നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു കസ്റ്റഡിയിലായിരിക്കുകയാണ്. ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയോടെയാണ് ഇന്നത്തെ വാർത്താ ദിനം ആരംഭിക്കുന്നത് തന്നെ. അപ്പോൾ ഇതുൾപ്പെടെ ഒരുപാട് വാർത്തകൾ പ്രേക്ഷകരെ കാത്തിരിക്കുന്ന ദിവസമാണ്. എല്ലാം നമുക്ക് സമഗ്രമായി വിശദമായി പരിശോധിക്കണം. എല്ലാവർക്കും രാവിലെയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം നമുക്ക് പ്രധാന തലക്കെട്ടുകളിലൂടെ തുടങ്ങാം. ശബരിമല സ്വർണ്ണമോഷണത്തിൽ മുരാരി ബാബു കസ്റ്റഡിയിൽ. ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ കസ്റ്റഡിയിലെടുത്തത് ഇന്നലെ രാത്രി. മണിക്കൂറുകളായി ചോദ്യം ചെയ്ത SIT. രാഷ്ട്രപതിയുടെ കേരള സന്ദർശനം തുടരുന്നു. മുൻ രാഷ്ട്രപതി KR നാരായണന്റെ പ്രതിമ രാജ്ഭവനിൽ അനാച്ഛാദനം ചെയ്യും. ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു സമാധി ശതാബ്ദി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. മലയോര മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം. മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുന്നു. തേജസ്വി യാദവ് ബീഹാറിൽ മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. പ്രഖ്യാപനം ഇന്ന്. മത്സര ചിത്രം ഇന്ന് തെളിയും. രണ്ടാം ഘട്ട പത്രിക പിൻവലിക്കാനുള്ള സമയം ഇന്ന് അവസാനിക്കും. രാജ്യവ്യാപക SIR-ന് നവംബറിൽ തുടക്കം. ആദ്യം നടപ്പിലാക്കുക കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നു. ഇന്നലെ ഒരാൾ കൊല്ലപ്പെട്ടു. ഇസ്രായേലും ഹമാസും കൂടുതൽ തടവുകാരുടെ മൃതദേഹങ്ങൾ പരസ്പരം കൈമാറി. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ അത്ലറ്റിക്സ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. മീറ്റിലെ വേഗതാരങ്ങളെ ഇന്നറിയാം. ആദ്യ ദിനത്തിൽ തിരുവനന്തപുരത്തിന്റെ കുതിപ്പ്. ഇൻക്ലൂസീവ് കായിക കിരീടം പാലക്കാടിന്. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് ആദ്യം വിശദമായി കടക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു കസ്റ്റഡിയിൽ. രാത്രി പെരുന്നയിലെ വീട്ടിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. മുരാരി ബാബുവിനെ തിരുവനന്തപുരത്ത് എത്തിച്ചു. ഇയാളെ SIT ചോദ്യം ചെയ്യുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പവും മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യും. വിവരങ്ങളുമായി അജയ് സുധ ബിജു നമുക്കൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. അജയ്, വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് SITയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇത് പ്രതീക്ഷിച്ചതാണ്. ഏത് നിമിഷവും ഈ കേസിൽ ഇപ്പോൾ രണ്ടാം പ്രതിയായി കണക്കാക്കപ്പെടുന്ന മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുക്കും എന്നുള്ളത്. അത് നടന്നിരിക്കുന്നു. അർദ്ധരാത്രിയോടുകൂടിയാണെന്ന് തോന്നുന്നു അല്ലേ മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്? മറ്റു വിശദാംശങ്ങൾ എങ്ങനെയാണ് അജയ്? ആര്യ, കുറച്ച് ദിവസങ്ങളായി മുരാരി ബാബു ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു. ഇന്നലെ രാത്രി 10 മണിക്കാണ് പെരുന്നയിലെ വീട്ടിൽ നിന്നും ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുന്നത്. ആദ്യം തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധമുണ്ടെന്ന് സംശയിച്ചിരുന്ന ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരിൽ ഒരാളായിരുന്നു ഈ മുരാരി ബാബു എന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിൽ ദേവസ്വം ബോർഡിൽ നിന്ന് ആദ്യമായി അറസ്റ്റ് രേഖപ്പെടുത്തിയതും ഈ മുരാരി ബാബുവിൻ്റെ തന്നെയാണ്. ഈ കേസിലിപ്പോൾ ആദ്യം അറസ്റ്റിലായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥനായിരുന്നു ഈ പറയുന്ന മുരാരി ബാബു എന്ന് പറയുന്നത്. ഇദ്ദേഹം നിലവിൽ 2 കേസുകളിൽ പ്രതിയാണ്. ഒരു കേസിൽ 2ാം പ്രതിയും മറ്റൊരു കേസിൽ 3ാം പ്രതിയുമാണ്. ശബരിമലയിൽ നിന്ന് ഈ ദ്വാരപാല ശില്പപാളികളും അതുപോലെ തന്നെ കട്ടിളപ്പാളികളും കടത്തിയ കേസിൽ അത് ഈ ചെമ്പുപാളിയാണെന്ന് ഈ രേഖകളിൽ രേഖപ്പെടുത്തുകയും അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു നൽകി എന്ന് SIT സംശയിക്കുകയും ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം. ഈ കേസിനെ സംബന്ധിച്ച് ഇദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളോട് ആദ്യം തന്നെ ഒരു മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു നിലപാടാണ് മുരാരി ബാബു സ്വീകരിച്ചിരുന്നത്. ഈ ശരിക്കും ചെമ്പ് പാളിയാണ് ഈ ഉണ്ടായിരുന്നത്. അത് ഈ ചെമ്പ് തെളിഞ്ഞു വന്നപ്പോഴാണ്, നേരിയ തോതിലാണ് അത് സ്വർണം പൂശിയിരുന്നത്. ചെമ്പ് തെളിഞ്ഞു വന്നപ്പോഴാണ് അത് വീണ്ടും ഈ ഒരു സ്വർണം പൂശാനായിട്ട് കൊടുത്തയച്ചത് എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ വിശദീകരണം. തനിക്ക് മുകളിലുള്ളവരാണ് ഇത് പരിശോധിച്ച് മറ്റ് രേഖകളിൽ ഉൾപ്പെടെ ഇത് ചേർക്കുന്നത്. തന്ത്രിയാണ് തനിക്ക് നിർദ്ദേശം നൽകിയതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹം ആദ്യം മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഹൈക്കോടതി അന്വേഷണ സംഘത്തോടും അല്ലാതെയും എല്ലാം ഇപ്പോൾ നിർദ്ദേശിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ കേസിൽ പ്രത്യേകിച്ച് ഉന്നത തലത്തിൽ ശക്തമായിട്ടുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഒരു ഗൂഢാലോചന SIT സംശയിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ ഗൂഢാലോചനയുടെയൊക്കെ ഒരു പ്രാഥമിക കണ്ണിയായിട്ട് വിലയിരുത്താൻ സാധിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ഈ മുരാരി ബാബു.
ഇദ്ദേഹത്തിൻ്റെ ഈ കസ്റ്റഡിയിലൂടെ കൂടുതൽ വിവരങ്ങൾ പുറത്താകും എന്നാണ് വിവരം. ഇന്നലെ രാത്രി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ നിലവിൽ തിരുവനന്തപുരത്ത് എത്തിച്ചിരിക്കുകയാണ്. ഇന്ന് തിരുവനന്തപുരം മീഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിലാണോ ഇദ്ദേഹത്തെ എത്തിച്ചിട്ടുള്ളത്? അങ്ങനെയെങ്കിൽ അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ദിവസങ്ങളായി ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയായിരുന്നു. അപ്പോൾ ഇവരെ രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്നുള്ള ഒരു നിർണായക ഘട്ടം SIT മുന്നിൽ ഉണ്ട് അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇനി ആ ഒരു നീക്കത്തിലേക്ക് തന്നെയായിരിക്കും SIT പോകുന്നത്. ഇന്ന് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ നൽകി കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്യും. അതിനുശേഷം ഇരുവരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് തീർച്ചയായിട്ടും SITയുടെ നീക്കം. അതിനുശേഷമായിരിക്കും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരിക എന്നാണ് ഇവർ ഇപ്പോൾ നിലവിൽ വിലയിരുത്തുന്നത്. ഈ 2019 മുതൽ തന്നെ ഈ ഒരു കേസിൻ്റെ ഗൂഢാലോചന ഉൾപ്പെടെ തുടങ്ങിയത് 2019 മുതലാണ്. 2019 മുതൽ 24 വരെ എല്ലാ ഗൂഢാലോചനകളിലും അതുപോലെ തന്നെ ഈ സ്വർണ്ണപ്പാളി ഉൾപ്പെടെ ഈ കടത്തിയ ആ ഒരു നീക്കത്തിലും എല്ലാം ഒരു മുൻനിരയിൽ നിൽക്കുന്ന ആളാണെന്ന് സംശയിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ഈ മുരാരി ബാബു എന്ന് പറയുന്നത്. അതാണ് അജയ്, അതായത് ഈ നൽകുന്നത് ചെമ്പ് പാളിയാണ് എന്ന രേഖാമൂലം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എഴുതി നൽകിയത് ഈ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടുള്ള ഈ മുരാരി ബാബു ആണ്. അതായത് പ്രഥമ ദൃഷ്ട്യാ തന്നെ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് എന്ന് തെളിയിക്കുന്ന പല തെളിവുകളും ഇതിനോടകം തന്നെ അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ട്. അതെ, തീർച്ചയായിട്ടും. ഈ ഒരു മഹസറിൽ ഈ ഒരു ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയ ആ ഒരു സംഭവം അത് തീർച്ചയായിട്ടും ഇദ്ദേഹം വിശദീകരിക്കുന്നതെന്ന് പറയുന്നത് തനിക്ക് മുകളിൽ ഇത് പരിശോധിക്കാൻ ആളുകളുണ്ട്, തന്ത്രിയുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ ഇത്തരത്തിൽ രേഖപ്പെടുത്തിയത് എന്നാണ് ഈ മുരാരി ബാബു പറഞ്ഞത്. അതുപോലെ തന്നെ ഇത് കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം അനുമതി നൽകുന്നത് തനിക്ക് മുകളിലുള്ളവരാണ്. അതുപോലെ തന്നെ ദ്വാരപാലക ശില്പപാളികളിലും കട്ടിലുകളിലും നേരിയ തോതിൽ പുരട്ടിയിരുന്ന സ്വർണമാണ് ഇത് നൽകിയിരുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. എന്നാൽ ഇതൊക്കെ വാസ്തവവിരുദ്ധമാണെന്ന് പിന്നീടുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഇനി ഈ ഒരു അറസ്റ്റ് ഇതിലൂടെ നിൽക്കുമെന്ന് തോന്നുന്നില്ല. ദേവസ്വം ബോർഡിൽ ഇപ്പോൾ നിലവിൽ നടപടിയെടുത്തിട്ടുള്ള ആദ്യത്തെ ഉദ്യോഗസ്ഥൻ തന്നെയാണ് മുരാരി ബാബു എന്ന് പറയുന്നത്. ഇനി കൂടുതൽ ഇദ്ദേഹം പറയുന്നത് ശരിയാണെങ്കിൽ ഇദ്ദേഹത്തിന് മുകളിലേക്കുള്ള കൂടുതൽ പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം പോകേണ്ടതുണ്ട്. അവരെ ഉൾപ്പെടെ ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ഒരു ദുരൂഹത മറനീക്കി പുറത്തു വരികയുള്ളൂ. ഇനി അതിൻ്റെ ഒരു നീക്കത്തിലേക്കായിരിക്കും SIT ഇനി അടുത്ത ഘട്ടത്തിൽ കടക്കാൻ പോകുന്നത്. ഇനി മുരാരി ബാബുവിനെ ചോദ്യം ചെയ്താൽ മാത്രമായിരിക്കും കൂടുതൽ വിവരങ്ങൾ ഈ കേസിനെ സംബന്ധിച്ച് വെളിയിൽ വരാൻ പോകുന്നത്. ഇത് എന്നു മുതലാണ് ഈ ഒരു ഗൂഢാലോചന അത് ശരിക്കും തുടക്കമിട്ടത്? ഇത് ഇവർക്ക് മുകളിൽ ശരിക്കും ആരാണ് ഇതിൻ്റെ പങ്ക് പറ്റിയിട്ടുള്ളവരാരൊക്കെ എന്നൊക്കെ ഉൾപ്പെടെ അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട്. മുരാരി ബാബു നിലവിൽ സസ്പെൻഷനിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അതെ, ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ആദ്യം നടപടി ഉണ്ടായ ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഈ മുരാരി ബാബു എന്ന് പറയുന്നത്. അതെ, ഇനി ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഈ മുരാരി ബാബുവിനെ ചോദ്യം ചെയ്തുകൊണ്ട് ദേവസ്വം ബോർഡിലുള്ള മറ്റ് ആളുകളുടെ പങ്ക് അത് എന്താണെന്ന് കൃത്യമായി വിലയിരുത്താനാകും അടുത്ത് SIT ശ്രമിക്കുന്നത്. ഇനി ഇരുവരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുമ്പോഴായിരിക്കും ഈ ഒരു ഗൂഢാലോചന അത് തുടക്കമിട്ടത് എന്നാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ആദ്യഘട്ടത്തിൽ എന്ത് സംഭവിച്ചു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇനി ഇവരെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്താൽ മാത്രമായിരിക്കും വ്യക്തമാകാൻ പോകുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ കേസിലുള്ള പങ്കെന്ന് പറയുന്നത് നേരിട്ട് തന്നെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. മുരാരി ബാബുവിൻ്റെ തുടർന്നുള്ള ഒരു അന്വേഷണത്തിലും വിലയിരുത്തലുകളിലുമാണ് മുരാരി ബാബുവിൻ്റെ പേരിൽ ഈ കേസിൽ ഒരു രണ്ടാമതായി ഒരു തെളിഞ്ഞു വന്നത്. ഇനി അടുത്ത് ഏതൊക്കെ ഉദ്യോഗസ്ഥർക്കാണ് ഇതിൽ നേരിട്ടും അല്ലാതെയുമൊക്കെ ഒരു നേട്ടം ലഭിച്ചിട്ടുള്ളത് എന്നുൾപ്പെടെ അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ SIT സംഘം പ്രധാനമായിട്ടും മുരാരി ബാബുവിൻ്റെ ബാങ്ക് ട്രാൻസാക്ഷൻസ്, പ്രധാനമായിട്ടും ഇയാൾക്ക് ഏതൊക്കെ സോഴ്സ് വഴിയാണ് പണം ലഭിച്ചിട്ടുള്ളത്, മറ്റ് വരുമാന സ്രോതസ്സുകൾ, ഇവയെല്ലാം വിലയിരുത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു ആദ്യ പടിയെന്നോണമാണ് ഇപ്പോൾ നിലവിലെ അറസ്റ്റ്. എന്നാലും കുറച്ച് ദിവസമായി ഇദ്ദേഹം നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു. മറ്റ് യാത്രകളെല്ലാം ഒഴിവാക്കി മുരാരി ബാബു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ തുടരുകയായിരുന്നു ഈ വിവാദമുണ്ടായി കുറച്ച് ദിവസങ്ങളായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു നിരന്തര നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു. മാധ്യമങ്ങളുടെ ഒരു സാന്നിധ്യവും ഇദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ഇപ്പോൾ
കഴിഞ്ഞ ദിവസം ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ട് ഒരു മാധ്യമങ്ങളുടെ ഒരു കോൺസെൻട്രേഷൻ അതെല്ലാം ഒന്ന് കുറഞ്ഞ ഒരു ഘട്ടത്തിലാണ് പോലീസിൻ്റെ ഈ വീട്ടിലെത്തി നേരിട്ടുള്ള അറസ്റ്റ് എന്നുള്ളത് അത് നമുക്ക് കാണേണ്ടുള്ള കാര്യമാണ്. നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തുകയോ ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്തതൊക്കെ അങ്ങനെയായിരുന്നു. നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്കൊക്കെയാണ് SIT കടന്നത്. എന്നാൽ ഇത് നേരിട്ട് വീട്ടിലേക്ക് ചെന്ന് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കമാണ് മുരാരി ബാബുവിൻ്റെ ഒരു വിഷയത്തിൽ ആ ഒരു നടപടിയായിട്ട് SIT നിലവിൽ സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും ഈ കേസിൽ ഇപ്പോൾ നിലവിൽ ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി ഒരു കസ്റ്റഡിയിൽ എടുക്കാനാണ് SIT സംഘത്തിൻ്റെ നിലവിലുള്ള നീക്കം. അതിനുശേഷം ഇരുവരെയും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും പിന്നെ മുരാരി ബാബുവിനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്താൽ മാത്രമായിരിക്കും കേസിനെ സംബന്ധിച്ചുള്ള കൂടുതൽ ദുരൂഹതകൾ മറനീക്കി പുറത്തു വരികയുള്ളൂ. അജയ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും തമ്മിലുള്ള ബന്ധം അത് വെളിവാകേണ്ടതുണ്ട്. ഇവർ ഈ ഗൂഢാലോചന ഏത് കാലഘട്ടത്തിൽ നടത്തി, എപ്പോഴാണ് ഈ തട്ടിപ്പിന് ആസൂത്രണം ചെയ്തത് തുടങ്ങിയ പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം പുറത്തു വരേണ്ടതുണ്ട്. പക്ഷേ ഇതിനു മുൻപ് ഈ മാധ്യമങ്ങളോടൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്ന ഘട്ടങ്ങളിൽ എപ്പോഴെങ്കിലും നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ടുണ്ട്, താൻ മാത്രമല്ല താൻ ഇരയാക്കപ്പെടുകയാണ്, തനിക്ക് മുകളിൽ ഒരുപാട് പേർ ഈ ഗൂഢാലോചനയിൽ ഈ തട്ടിപ്പിൽ പങ്കാളിയായിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ മുരാരി ബാബുവിന്റെ പേരെടുത്തു പറയുന്ന ഒരു സാഹചര്യം അത് ഉണ്ടായിട്ടുണ്ടോ അജയ്? ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ എല്ലാ ആരോപണങ്ങളും നിഷേധിക്കുന്ന ഒരു നിലപാടാണ് മുരാരി ബാബുവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു തനിക്ക് നിർദ്ദേശം കിട്ടിയിട്ടുള്ളതനുസരിച്ചാണ് ഈ ചെമ്പുപാളി എന്ന മഹസറിൽ രേഖപ്പെടുത്തുകയും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ എല്ലാം ചെയ്യുകയും ചെയ്തതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് നേരിട്ട് ദേവസ്വം ബോർഡിൽ ബന്ധമുണ്ടെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ തെളിഞ്ഞ ഉദ്യോഗസ്ഥനാണ് മുരാരി ബാബു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഈ അന്വേഷണ സംഘത്തിൻ്റെ വലയിൽ നിന്ന് രക്ഷപ്പെടുക അത് തീർച്ചയായിട്ടും ഒരു പറ്റാത്ത ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഇദ്ദേഹത്തെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം അത് ആദ്യഘട്ടത്തിൽ തന്നെ നടത്തേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന പേരുകളിൽ ഒന്ന് തന്നെയാണ് തീർച്ചയായിട്ടും മുരാരി ബാബുവിൻ്റെ. അപ്പോൾ ഈ രണ്ടുപേരെയും ഒന്നിച്ചുള്ള ചോദ്യം ചെയ്യലിലാണെങ്കിലും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിൽ ചെയ്താൽ മാത്രമായിരിക്കും ഇദ്ദേഹം പറയുന്നത് പോലെ ഈ തന്ത്രിയുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ ഇത്തരത്തിലൊരു നീക്കം ചെയ്തതെന്ന് പറയുകയുണ്ടായിരുന്നു മുരാരി ബാബു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ ഇദ്ദേഹം ആദ്യം ഈ വിഷയം നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നപ്പോൾ ആദ്യം ഉന്നയിച്ചിരുന്ന ഈ ഒരു വാദങ്ങൾ അതിൻ്റെ എല്ലാം ഒരു മറ നീക്കുക, ഇത്തരത്തിൽ ഈ കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് വിധേയമാക്കിയാൽ മാത്രമായിരിക്കും അതിന് വേണ്ടിയിട്ടുള്ള നടപടികളായിരിക്കും SITയുടെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാവുക. എന്തായാലും അന്വേഷണത്തിൻ്റെ ഒരു ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങളിലൂടെയാണെങ്കിലും അല്ലാതെയുള്ള വിലയിരുത്തലുകൾ വഴിയാണെങ്കിലും മുന്നിൽ വന്ന പേരുകളിലൂടെ തന്നെയാണ് SITയുടെ നിലവിലുള്ള നീക്കം. ആ രണ്ടുപേരെയും ആദ്യഘട്ടത്തിൽ സംശയനിഴലിലായിരുന്ന രണ്ടുപേരെയും നിലവിൽ അവർ ഒരു ലോക്ക് ചെയ്ത് കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി അറസ്റ്റ് രേഖപ്പെടുത്തുന്ന പോലെയുള്ള മറ്റ് നടപടികളിലേക്കായിരിക്കും ഇനി കടക്കുന്നത്. അതിനുശേഷം ഇരുവരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്താൽ ഇതുവരെ നമ്മൾ കേൾക്കാത്ത അല്ലെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷവും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഉൾപ്പെടെ ഉന്നയിച്ചിരുന്ന പല പേരുകളുമുണ്ട്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടുന്ന പല പേരുകളുണ്ട്. ഇവരിലേക്ക് ഉൾപ്പെടെ അന്വേഷണം പോകേണ്ടത് അത് തീർച്ചയായിട്ടും നിർണായകം തന്നെയാണ്. ഇത്തരം നടപടികളിലേക്ക് ഉൾപ്പെടെ അന്വേഷണ സംഘം കടക്കുക ഈ ഇരുവരെയും ചോദ്യം ചെയ്തത് വഴി ലഭിക്കുന്ന കൂടുതൽ നിർണായകമായിട്ടുള്ള തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും. തീർച്ചയായും അജയ് സുധാ ബിജു ആണ് വിശദാംശങ്ങളുമായി ചേർന്നത്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉദ്യോഗസ്ഥ തലത്തിലെ ആദ്യ കണ്ണിയിലേക്ക് എത്തിയിരിക്കുകയാണ് SIT. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു കസ്റ്റഡിയിലായിരിക്കുന്നു. ഇനി ഏറ്റവും നിർണായകമായ ഘട്ടം ഈ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം ഇനി ഉണ്ടാകാൻ പോകുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ വളരെ നിർണായകമായ ഒരുപാട് വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് സ്വാഭാവികമായും ലഭിക്കുകയും ചെയ്യും. മറ്റു വാർത്തകളിലേക്ക് കൂടി കടക്കുകയാണ്. മുൻ രാഷ്ട്രപതി KR നാരായണന്റെ പ്രതിമ രാജ്ഭവനിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു അനാച്ഛാദനം ചെയ്യും. രാഷ്ട്രപതിയായിരുന്ന രാംനാഥ് കോവിന്ദാണ് കേരള രാജ്ഭവനിൽ KR നാരായണന്റെ പ്രതിമ സ്ഥാപിക്കാൻ നിർദ്ദേശം നൽകിയത്. വർക്കല ശിവഗിരിയിൽ നാരായണ ഗുരു സമാധി ശതാബ്ദി സമ്മേളനം രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് പാലാ സെന്റ് തോമസ് കോളേജ് പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ മുഖ്യാതിഥിയായും രാഷ്ട്രപതി പങ്കെടുക്കും. ഇന്ന് കുമരകത്ത് തങ്ങുന്ന രാഷ്ട്രപതി നാളെ കൊച്ചിയിലേക്കും അവിടെ നിന്ന് ഡൽഹിയിലേക്കും പോകും.
കോഴിക്കോട് താമരശ്ശേരിയിലെ അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രമായ ഫ്രഷ് കട്ടിനെതിരായ സമരവുമായി ബന്ധപ്പെട്ട അക്രമ സംഭവങ്ങളിൽ പ്രതികൾക്കായി തെരച്ചിൽ ഊർജിതമാക്കി പോലീസ്. വിവിധ എഫ്ഐആറുകളിലായി 351 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. 30 പ്രതികൾക്കെതിരെ വധശ്രമ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. ഡിവൈഎഫ്ഐ നേതാവും കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ മെഹറൂഫ് 2 എഫ്ഐആറുകളിൽ 1-ാം പ്രതിയാണ്. പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയതോടെ സമരസമിതി നേതാക്കളടക്കമുള്ളവർ ഒളിവിലാണ്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് യുവതിയെ ഹോസ്റ്റലിൽ കയറി പീഡിപ്പിച്ച കേസിലെ പ്രതി ബെഞ്ചമിനെ ഇന്ന് കൂടുതൽ തെളിവെടുപ്പിനായി കഴക്കൂട്ടം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. തെളിവെടുപ്പിന്റെ ഭാഗമായി സംഭവം നടന്ന ഹോസ്റ്റൽ മുറിയിലും സമീപത്ത് മോഷണം നടത്തിയ വീടുകളിലും ഇയാളെ എത്തിക്കും. ബെഞ്ചമിൻ കഴക്കൂട്ടത്ത് ഇതിനു മുൻപും മോഷണ ശ്രമം നടത്തിയതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇയാൾക്കെതിരെ തമിഴ്നാട്ടിൽ അടക്കമുള്ള കേസുകൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് കൂടുതൽ അന്വേഷണം നടത്തുക. സ്റ്റെന്റ് വിതരണ കമ്പനികൾ മുഴുവൻ സ്റ്റോക്കുകളും തിരിച്ചെടുത്തതോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഹൃദ്രോഗ ചികിത്സ പ്രതിസന്ധിയിൽ. ഭീമമായ തുക കുടിശ്ശിക വന്നതോടെ കോട്ടയം ഉൾപ്പെടെയുള്ള 4 ആശുപത്രികളിലെ സ്റ്റെന്റുകൾ വിതരണ കമ്പനികൾ തിരിച്ചെടുത്തു തുടങ്ങിയിരുന്നു. എന്നാൽ കോഴിക്കോട്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകളിലെയും എറണാകുളം ജില്ലാ ആശുപത്രിയിലെയും സ്റ്റോക്ക് തിരികെ നൽകിയിട്ടില്ല. ഇതിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് വിതരണക്കാരുടെ തീരുമാനം. മടങ്ങിയെത്താം മറ്റു വാർത്തകളിലേക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വാർത്തകളിലേക്ക്. തേജസ്വി യാദവിനെ ഇന്ത്യ സഖ്യത്തിന്റെ മുഖ്യമന്ത്രിയായി ഇന്ന് പ്രഖ്യാപിക്കും. സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. 2ാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി വൈകിട്ട് അവസാനിക്കാനിരിക്കെ ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ എത്ര സീറ്റിൽ നേർക്കുനേർ വരുമെന്ന് ഇന്നറിയാം. ER രാഗേഷ് ഉണ്ട് നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ER, ഗുഡ് മോർണിംഗ്. അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്നുള്ളത് ഏറെ നാളത്തെ ചർച്ചകൾക്കും തർക്കത്തിനുമൊക്കെ ഒടുവിൽ ഒരു ധാരണയിലേക്ക് എത്തിയിരിക്കുകയാണ്. കോൺഗ്രസ് എങ്ങനെയാണ് അതിലേക്ക് വഴങ്ങിയിരിക്കുന്നത്? ഇന്നലെ ഗെഹ്ലോത്തിന്റെ സന്ദർശനവും കൂടിക്കാഴ്ചയും ഒക്കെ ഉണ്ടായിരുന്നു. അത് ഈ മഹാസഖ്യത്തിലെ അസ്വാരസ്യങ്ങൾക്കൊക്കെ എത്രത്തോളം പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്? ഇപ്പോഴും ഈ മഹാസഖ്യത്തിലെ കക്ഷികൾ തന്നെ പരസ്പരം നേർക്കുനേർ മത്സരിക്കുന്ന സാഹചര്യം അത് നിലനിൽക്കുകയാണോ? ആര്യ, ഗുഡ് മോർണിംഗ്. ഏതായാലും തേജസ്വി യാദവ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ പോകുകയാണ്. അത്തരമൊരു പ്രതികരണം ഔദ്യോഗികമായി RJDയുടെയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെയോ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെങ്കിൽ പോലും ഇന്ന് സംയുക്ത വാർത്താ സമ്മേളനം പട്നയിൽ വിളിച്ചിട്ടുണ്ട്. ഈ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആര്യ സൂചിപ്പിച്ച പോലെ തന്നെ പല കക്ഷികളും RJD ഇക്കാര്യം നേരത്തെ മുതൽ ആവശ്യപ്പെടുന്നതാണ്. ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികളും തേജസ്വിയെ ഉയർത്തിക്കാട്ടണം, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതാണ്. പക്ഷേ കോൺഗ്രസ് അതിനോടൊരു അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്നില്ല. നേരത്തെ ഉദിത് രാജ്, കോൺഗ്രസിന്റെ ദേശീയ നേതാവാണ്, അദ്ദേഹം പോലും പ്രതികരിച്ചത് തേജസ്വി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണെങ്കിൽ അത് RJDയുടെ മാത്രം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ്, അല്ലാതെ ഇന്ത്യ സഖ്യത്തിന്റെ അല്ല എന്നൊരു പ്രതികരണം നേരത്തെ ഉദിത് രാജിന്റെ അടക്കം ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഏതായാലും ഗെഹ്ലോത്തും RJD നേതാക്കളുമായുള്ള ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച് ധാരണയിലായത് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. കാരണം ഇന്നലെ ആണ് പട്നയിൽ ഗെഹ്ലോത്ത് എത്തിയത്. അദ്ദേഹം തെരഞ്ഞെടുപ്പിന്റെ നിരീക്ഷകനാണ്, ICC നിയോഗിച്ച നിരീക്ഷകനാണ്. അദ്ദേഹം ഇന്നലെ പട്നയിൽ എത്തുകയും ലാലു പ്രസാദ് യാദവുമായി ആദ്യം കൂടിക്കാഴ്ച നടത്തി, മറ്റ് RJD നേതാക്കളുമായും ചർച്ച നടത്തി. ഈ ചർച്ചയിൽ 2 കാര്യങ്ങളാണ് പ്രധാനമായും വന്നത്. ഒന്ന്, തേജസ്വിയെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോവുക. രണ്ടാമതായി ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കുക. കാരണം 10 സീറ്റുകളിലെങ്കിലും 2 പാർട്ടികളും ഈ മുന്നണിയിലെ കക്ഷികൾ നേർക്കുനേർ വരുന്ന സാഹചര്യമുണ്ടായി. RJDയും കോൺഗ്രസും ഏതാണ്ട് 4-5 സീറ്റുകളിൽ നേർക്കുനേർ വരുന്ന സാഹചര്യമുണ്ടായി. ഇതോടുകൂടിയാണ് ഗെഹ്ലോത്തിനെ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് അതിന് തൊട്ട് മുമ്പ് കഴിഞ്ഞ ദിവസം തേജസ്വി യാദവുമായി KC വേണുഗോപാൽ ചർച്ച നടത്തിയിരുന്നു. ഏതായാലും ഇന്നലെ ചർച്ചയ്ക്ക് ശേഷം ഗെഹ്ലോത്ത് വ്യക്തമാക്കിയ കാര്യം ചർച്ച പോസിറ്റീവാണ്. മാത്രവുമല്ല, ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല, എല്ലാം നാളെ അറിയാം, ആശയക്കുഴപ്പങ്ങളൊക്കെ തന്നെ ഒഴിവാകുമെന്നാണ് ഇന്നലെ ഉച്ചയോടെ ഗെഹ്ലോത്ത് പ്രതികരിച്ചത്. അപ്പോൾ ഏതായാലും ഇന്ന് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ അത്തരമൊരു പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുള്ള ഒത്തുതീർപ്പിലേക്ക് പരമാവധി 10 എന്നുള്ള ഒരുപക്ഷെ 5-6 സീറ്റുകളിലേക്ക് മാത്രം മത്സരം ഒതുങ്ങുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കാനായിരിക്കും ഇപ്പോൾ ഏതായാലും കോൺഗ്രസിന്റെ അടക്കം നീക്കം. കാരണം ആദ്യഘട്ട പത്രികാ പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിപ്പിച്ചപ്പോൾ തന്നെ CPIക്കെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഉള്ള സാഹചര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ട്. കാരണം ആദ്യഘട്ടത്തിലെ പത്രികാ സമർപ്പണത്തിന്റെ പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ 2ാം ഘട്ടത്തിന്റെ ഇന്ന് അവസാനിക്കാനിരിക്കെ പരമാവധി സീറ്റുകളിൽ ഏറ്റുമുട്ടൽ ഒഴിവാക്കുക, അത് തന്നെയാണ്
ഇന്ത്യ സഖ്യ പാർട്ടികൾ ലക്ഷ്യമിടുന്നത്. മാത്രവുമല്ല NDA നേരത്തെ പല പ്രശ്നങ്ങൾ NDAക്ക് അകത്തുണ്ടായിരുന്നു. കൂടുതൽ സീറ്റുകളിൽ അവകാശവാദമൊക്കെ തന്നെ ചിരാഗ് പാസ്വാനും ജിതൻ റാം മാഞ്ചിയൊക്കെ തന്നെ ഉന്നയിച്ചിരുന്നെങ്കിൽ പോലും അവിടെ സീറ്റ് നിർണയം വലിയ തർക്കമില്ലാതെ പരിഹരിക്കാൻ NDAക്ക് കഴിയുകയും അവർ പ്രചാരണത്തിൽ ഒരുപടി മുന്നിലാണ്. അപ്പോൾ സ്വാഭാവികമായും ഇനിയുള്ള ദിവസങ്ങളിൽ പ്രചാരണത്തിൽ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. അതൊക്കെ കൂടി കണക്ക് കൂട്ടിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ NDAയുടെ പ്രചാരണത്തിൽ ഈ മഹാസഖ്യത്തിലെ ഇന്ത്യ സഖ്യത്തിലെ ഈ തമ്മിലടിയും അസ്വാരസ്യങ്ങളും ഈ ഐക്യമില്ലായ്മയും ഒക്കെ ഒരു പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമായി കടന്നു വരുന്നുണ്ടോ? തീർച്ചയായും അത്തരം വിഷയങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് NDA സഖ്യം. പ്രത്യേകിച്ച് മഹാസഖ്യത്തിൽ നേർക്കുനേറൊരു ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ നേതാക്കൾ തമ്മിൽ ചേരിതിരിഞ്ഞൊരു ഏറ്റുമുട്ടലിലേക്ക് പോകുന്നില്ലെങ്കിൽ പോയിട്ടില്ല. പക്ഷേ RJDയിൽ സീറ്റ് കിട്ടാത്ത നേതാക്കൾ ലാലുവിൻ്റെ വീടിന് മുമ്പിൽ പ്രതിഷേധിക്കുന്നതൊക്കെ തന്നെ കണ്ടു. അതൊക്കെ തന്നെ ഒരു പ്രചാരണ വിഷയമായി മാറ്റുന്നുണ്ട് NDA. പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല BJPക്ക്. JDU ഒരു പ്രധാനപ്പെട്ട കക്ഷിയാണ്. അപ്പോൾ ബീഹാറിൽ വീണ്ടും അധികാരത്തിൽ വരേണ്ടത് NDAക്ക് പ്രത്യേകിച്ച് BJPക്ക് ഏറെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ അമിത്ഷായും ഒപ്പം തന്നെ നരേന്ദ്രമോദിയും അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് പ്രചാരണം. നരേന്ദ്രമോദി നാളെ ബീഹാറിലേക്ക് പ്രചാരണത്തിനായി എത്തുകയാണ്. അമിത്ഷായും വരും ദിവസങ്ങളിൽ എത്തും. ഏതാണ്ട് 35-ലധികം റാലികളിൽ പങ്കെടുക്കുന്നുണ്ട് അമിത്ഷാ. അങ്ങനെ ദേശീയ നേതാക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബീഹാറിൽ ഇറക്കിക്കൊണ്ടൊരു കാടിളക്കിയുള്ള പ്രചാരണത്തിലേക്ക് BJP കടക്കുകയാണ്. ഒപ്പം നിതീഷ് കുമാർ തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്ന് ചിരാഗ് പാസ്വാൻ അടക്കമുള്ള നേതാക്കൾ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്ത് വില കൊടുത്തും അധികാരം നിലനിർത്തുക എന്ന ലക്ഷ്യം NDA നടത്തുന്നുണ്ട്. അതിനിടയിലാണ് ഈ തർക്കങ്ങൾ പരിഹരിക്കേണ്ടത് അത്യാവശ്യമായി വരുന്നത് ഇന്ത്യ സഖ്യത്തിന്. മാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു ടൈറ്റ് മത്സരം എന്നൊക്കെ പറയുന്ന നിലയിലായിരുന്നു. പക്ഷേ നിസ്സാര സീറ്റുകൾക്ക് 15 സീറ്റുകളുടെ വ്യത്യാസത്തിന് ഭരണം പോയി. ആ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ പരമാവധി സീറ്റുകളിൽ സഖ്യ പാർട്ടികൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത് ഒഴിവാക്കുക എന്ന ലക്ഷ്യം RJDക്കും കോൺഗ്രസിനുമുണ്ട്. അതിൻ്റെ ചർച്ചകളാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിൽ പട്നയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആര്യ. യെസ്, രാഗേഷാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. തുടരുക. മറ്റൊരു വാർത്ത കൂടിയുണ്ട്. രാജ്യവ്യാപകമായി സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് നവംബർ ആദ്യവാരത്തിൽ തുടക്കം. കേരളം അടക്കം അടുത്ത വർഷം പകുതിയോടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ആദ്യം നടപ്പാക്കുക. രാഗേഷ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. അങ്ങനെ വിവാദങ്ങൾക്കും പ്രതിഷേധത്തിനും ഒക്കെ ഒടുവിൽ SIR നടപ്പാക്കപ്പെടുകയാണ്. അതെ ആര്യ, SIRലേക്ക് കടക്കുകയാണ് ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കാരണം നേരത്തെ തന്നെ കമ്മീഷൻ രാജ്യവ്യാപകമായി സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ബീഹാറിൽ ആണ് അത് ആദ്യം നടപ്പാക്കിയത്. ബീഹാറിൽ ഈ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കിയ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഏതായാലും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം വ്യാപിപ്പിക്കുകയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കാരണം കമ്മീഷന്റെ യോഗം 2 ദിവസങ്ങളിലായി ഡൽഹിയിൽ നടക്കുകയാണ്. ഈ യോഗത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണമാണ്. അതിലാണ് ഏതായാലും അടുത്ത മാസം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ നടപടികളിലേക്ക് കമ്മീഷൻ കടക്കും. സ്വാഭാവികമായും ആദ്യ നടപടി അല്ലെങ്കിൽ ഘട്ടം ഘട്ടമായാണ് ഇത് നടപ്പാക്കുന്നത്. അതിൽ തന്നെ ആദ്യഘട്ടം നടപ്പാക്കാൻ പോകുന്നത് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. പ്രത്യേകിച്ച് കേരളം മാത്രമല്ല തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. കേരളത്തിന് പുറമെ തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് 2026 കേരളത്തിനൊപ്പം തന്നെ നടക്കുന്ന സംസ്ഥാനമാണ്. പശ്ചിമ ബംഗാളിലും കേരളത്തിനൊപ്പം ജനവിധി എഴുതും. കൂടാതെ പുതുച്ചേരിയിൽ ഒപ്പം തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേന്ദ്രഭരണ പ്രദേശമാണ്. ഇവിടങ്ങളിലൊക്കെ ആയിരിക്കും ആദ്യഘട്ടത്തിൽ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുക. അസമിലും സമാനമായ രീതിയിൽ ആദ്യഘട്ടം തന്നെ നടപ്പാക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ കമ്മീഷൻ കൈക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അസമിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ചില അറിയിപ്പുകൾ അല്ലെങ്കിൽ ചില നിർദ്ദേശങ്ങൾ കമ്മീഷനായി നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അവിടെ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കി വരുന്നതേയുള്ളൂ. അതിൻ്റെ നടപടികളെല്ലാം പൂർത്തിയായ ശേഷം മാത്രമേ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ അനുവദിക്കാവൂ എന്ന നിർദ്ദേശം അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ കമ്മീഷൻ ഒരു നിലപാടെടുക്കും. കേരളത്തിലും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത മാസം നടക്കാനിരിക്കുകയാണ്. ഡിസംബർ ആദ്യവാരത്തോടുകൂടി കേരളത്തിലും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ 2 ഘട്ടമായി നടക്കാം. അങ്ങനെയെങ്കിൽ കേരളത്തിലും ഈ അടുത്ത മാസം എന്നുള്ളത് കുറച്ചുകൂടി വൈകാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ തന്നെ ചീഫ് ഇലക്ടറൽ ഓഫീസർ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ SIR നടപ്പാക്കുന്നത് കാലം നീട്ടിവെക്കണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ അതൊക്കെ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ഒരു തീരുമാനം. ഏതായാലും അടുത്ത മാസത്തിൽ തുടങ്ങുന്ന രീതിയിലുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഔദ്യോഗികമായൊരു അറിയിപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ അടുത്ത മാസം തന്നെ ആരംഭിക്കാം എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് കമ്മീഷൻ ഏതായാലും നൽകിയിരിക്കുന്നത്. 2003
ബീഹാറിൽ അടിസ്ഥാനമാക്കിയിരുന്നത് ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് അത്തരം ഒരു നമ്പർ തന്നെയായിരിക്കും. 2003 അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെയായിരിക്കും മറ്റ് സംസ്ഥാനങ്ങളിലും കേരളത്തിലടക്കമുള്ള സംസ്ഥാനങ്ങളിലും സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കുക. ആര്യ, തീർച്ചയായും. ഈ ആർ രാകേഷാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നതും സമഗ്രമായ വിവരങ്ങൾ പങ്കുവച്ചത്. ഇനി നമ്മൾ വളരെ പോസിറ്റീവായ സന്തോഷം നൽകുന്ന ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. സ്വപ്ന ചിറകിലേറി തച്ചനാട്ടുകരയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ. ഏറെ നാളത്തെ ആഗ്രഹം സഫലമായതിന്റെ സന്തോഷത്തിലാണ് ഇവർ. ഗ്രാമപഞ്ചായത്തിന്റെ സ്നേഹ സമ്മാനമായി ഒരുക്കിയ ആകാശയാത്രയിൽ 30 ഹരിതകർമ്മ സേനാംഗങ്ങളാണ് പങ്കാളികളായത്. നാടിനെ മാലിന്യമുക്തമാക്കുന്ന മുന്നണി പോരാളികൾക്ക് ഗ്രാമപഞ്ചായത്തിന്റെ സ്നേഹസമ്മാനമായാണ് ആകാശയാത്ര സംഘടിപ്പിച്ചത്. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം പ്രത്യേകം താൽപര്യമെടുത്ത് സ്വപ്നയാത്രയൊരുക്കിയത്. ഗ്രാമപഞ്ചായത്തിലെ വീട് വീടാന്തരം കയറിയിറങ്ങി പ്രതികൂല കാലാവസ്ഥയിലും മാലിന്യശേഖരണം നടത്തുന്ന പഞ്ചായത്തിലെ 16 വാർഡുകളിൽ നിന്നുമുള്ള 30 ഹരിതകർമ്മ സേനാംഗങ്ങളാണ് വിമാനയാത്രയിൽ പങ്കാളികളായത്. 69 വയസ്സുകാരിയായ രത്നകുമാരിയും 66കാരിയായ ഖദീജയും ഉൾപ്പെടെ ജീവിതത്തിൽ ഇന്ന് വരെ വിമാനയാത്ര നടത്തിയിട്ടില്ലാത്തവരാണ് യാത്രയിൽ പങ്കെടുത്തത്. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ഇന്നേറെ സന്തോഷത്തിലാണ്. 69 വയസ്സ് പിന്നിട്ട രത്നകുമാരി ചേച്ചിയും 65 വയസ്സ് പിന്നിട്ട ഖദീജത്തെയും ഉൾപ്പെടെയുള്ള 30 അംഗ ടീം ഇന്ന് ജീവിതത്തിൽ ആദ്യമായി വിമാനയാത്രയിൽ പങ്കാളികളായി. കരിപ്പൂർ എയർപോർട്ടിൽ നിന്നും രാവിലെ കൊച്ചിയിലേക്കാണ് വിമാനയാത്ര നടത്തിയത്. തുടർന്ന് കൊച്ചി മെട്രോ, ബോട്ട് സർവീസ്, വാട്ടർ മെട്രോ, ലുലു മാൾ, സുഭാഷ് പാർക്ക് തുടങ്ങി ഒരു ദിവസം മുഴുവൻ നീണ്ടുനിന്ന വിസ്മയ കാഴ്ചകൾ യാത്രാംഗങ്ങൾക്ക് ജീവിതത്തിലെ വല്ലാത്ത അനുഭവമായി മാറി. വിമാനയാത്രയ്ക്കിടെ യാദൃശികമായി സിനിമാ നടൻ ഷറഫുദ്ദീനെയും സംഘം കണ്ടുമുട്ടി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീമും മറ്റ് ജനപ്രതിനിധികളും യാത്രയിൽ പങ്കാളികളായി. ന്യൂസ് 18 തച്ചനാട്ടുകര. മുക്കം നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള EMS ഓഡിറ്റോറിയത്തിന്റെ നവീകരണത്തിന്റെ ഭാഗമായി ഓഡിറ്റോറിയത്തിന്റെ മേൽക്കൂരയിൽ നിന്നും പൊളിച്ചു നീക്കിയ ഇരുമ്പ് ഷീറ്റുകളും കമ്പികളും കടത്തിക്കൊണ്ടുപോയതായി പരാതി. സംഭവത്തിൽ പരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ മുക്കം നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകി. മുക്കം നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള EMS ഓഡിറ്റോറിയത്തിന്റെ നവീകരണത്തിന്റെ ഭാഗമായി ഓഡിറ്റോറിയത്തിന്റെ മേൽക്കൂരയിൽ നിന്ന് പൊളിച്ചു നീക്കിയ ഇരുമ്പ് ഷീറ്റുകളും കമ്പികളും കടത്തിക്കൊണ്ടുപോയി എന്ന ആരോപണവുമായാണ് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തിയത്. മേൽക്കൂരയിൽ നിന്ന് പൊളിച്ച പകുതിയിലേറെ സാധനങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോയതാണെന്നും ധനസമ്പാദനത്തിനു വേണ്ടി CPM നഗരസഭയെ മാറ്റുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളതെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. നഗരസഭയിലെ EMS ഓഡിറ്റോറിയത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ റിപ്പയർ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ റിപ്പയർ പണി നടക്കുമ്പോൾ അതിൽ ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന കുറേ സാധനങ്ങൾ, അതായത് ഷീറ്റുകൾ, പൈപ്പുകൾ, മറ്റു സാമഗ്രികളൊക്കെ അവിടെ നിന്ന് അനധികൃതമായിട്ട് ലോറിയിൽ കയറ്റിക്കൊണ്ടുപോയതായിട്ട് കാണാൻ കഴിയുന്നു. ആ സാധനങ്ങൾ മോഷണം പോയതാണ്. നഗരസഭയ്ക്ക് ഉത്തരവാദിത്തമുള്ള സാധനങ്ങൾ മോഷണം പോയി എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് വേണ്ട സ്വന്തം ആളുകൾക്ക് ആ സാധനം മറിച്ചു വിറ്റു നടത്തും. അങ്ങനെ ധനസമ്പാദനത്തിന്റെ മേഖലയായിക്കൊണ്ട് നഗരസഭയെ മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ ഇടതുപക്ഷ മുന്നണി നേതൃത്വത്തിലുള്ള നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പരാതി സ്വീകരിച്ച നഗരസഭാ സെക്രട്ടറി ഉടൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി അന്വേഷണം നടത്തുമെന്ന് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉറപ്പു നൽകി. ന്യൂസ് 18 മുക്കം. കാട്ടാന ഭീതി ഒഴിയാതെ മൂന്നാറിലെ തോട്ടം മേഖല. ദേവികുളം മിഡിൽ ഡിവിഷനിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ കൃഷിനാശം വരുത്തി. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കാട്ടാനകൾ ഈ മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ കുടുംബങ്ങളുടെ ഉറക്കം കെടുന്ന സാഹചര്യമാണിപ്പോൾ. മൂന്നാറിൽ തോട്ടം മേഖലയിലെ കാട്ടാന ഭീതി ഒഴിയുന്നില്ല. തോട്ടം മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ ദിവസവും കാട്ടാനശല്യം വർദ്ധിച്ചു വരുന്ന സ്ഥിതിയാണ്. ദേവികുളം മിഡിൽ ഡിവിഷനിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ കൃഷിനാശം വരുത്തി. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കാട്ടാനകൾ ഈ മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുള്ള സാഹചര്യമുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇത് കുടുംബങ്ങളുടെ ഉറക്കം കെടുത്തുന്നു. കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിച്ചതോടെ ആളുകൾ രാത്രികാലത്ത് പുറത്തിറങ്ങാൻ ഭയക്കുന്ന സ്ഥിതിയാണ്. പുലർച്ചെ തോട്ടം തൊഴിലിനിറങ്ങുന്നവർ കാട്ടാനകളുടെ മുമ്പിൽ പെടുമോ എന്ന ആശങ്കയും ആളുകൾക്കുണ്ട്. കാട്ടാനകൾ സ്ഥിരമായി പ്രദേശത്ത് തമ്പടിക്കുന്ന സ്ഥിതിയുണ്ടായാൽ അപകടത്തിനിടവരുത്തും. ആനകളെ ജനവാസ മേഖലയിൽ നിന്ന് തുരത്തണമെന്നാണ് ആവശ്യം. സൈലന്റ് വാലി മേഖലയിൽ ഒറ്റയാൻ പടയപ്പയുടെ സാന്നിധ്യവും ആളുകളിൽ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മഴ മാറി വേനൽക്കാലം ആരംഭിക്കുന്നതോടെ കാട്ടാനക്കൂട്ടങ്ങൾ കൂടുതലായി കാടിറങ്ങാൻ സാധ്യതയുണ്ട്. ഇത് തൊഴിലാളി കുടുംബങ്ങളുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കും. ന്യൂസ് 18 ഇടുക്കി.
പാലക്കാട് പട്ടാമ്പിയിൽ നിരന്തരം അപകട മേഖലയായ കൊപ്പം സ്കൂളിന് മുന്നിലെ റോഡിൽ സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിച്ചു. കൊപ്പം പോലീസിന്റെ നേതൃത്വത്തിലാണ് വാഹനങ്ങളുടെ വേഗത കുറയ്ക്കുന്നതിനായി പദ്ധതി നടപ്പാക്കിയത്. കൊപ്പം മുളയങ്കാവ് റോഡ് നവീകരിച്ചതോടെ കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ വാഹനാപകടങ്ങൾ നിത്യസംഭവമാണ്. നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കും പറ്റിയിട്ടുണ്ട്. പ്രദേശത്ത് വാഹനങ്ങളുടെ വേഗത കുറയ്ക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് വർഷങ്ങളായുള്ള ആവശ്യമാണ്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിച്ചത്. ട്രാഫിക് സംസ്കാരം വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ഡിവൈഡർ ഇവിടെ സ്ഥാപിച്ചത്. ഇത് നിയന്ത്രിക്കുന്നത് നമ്മുടെ ഹൈസ്കൂളിലെ SPC ആണ്. അവർക്ക് എല്ലാ ആശംസകളും നേരുന്നു. കൊപ്പം പോലീസിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കിയത്. ഇവിടെയുണ്ടായ വാഹനാപകടങ്ങളിൽ വിദ്യാർത്ഥികളടക്കം നിരവധി ആളുകൾക്കാണ് പരിക്കേറ്റത്. സീബ്ര വരയിലൂടെ സ്കൂളിലേക്ക് റോഡ് മുറിച്ചു കിടക്കുന്ന കുട്ടിയെ ബൈക്കിടിച്ച് തെറിപ്പിക്കുകയും ബൈക്കിലെത്തിയ രക്ഷിതാവിനെയും കുട്ടിയെയും ബൈക്കിടിക്കുന്ന സംഭവവും ഉണ്ടായിട്ടുണ്ട്. സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിച്ചതോടെ വാഹനാപകടങ്ങൾക്ക് കുറവ് വരുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 പട്ടാമ്പി. തിരുവനന്തപുരം പാറശാലയിൽ പുതുതായി നിർമ്മിച്ച ആട് വളർത്തൽ കേന്ദ്രം പ്രവർത്തനം തുടങ്ങി. ഒരു സമയം 1000 ആടുകളെ പരിപാലിക്കാൻ ഇവിടെ സൗകര്യമുണ്ട്. അതിർത്തിയായ പാറശാലയിലാണ് ആട് വളർത്തൽ കേന്ദ്രത്തിനായി പുതിയ കെട്ടിടം നിർമ്മിച്ചത്. അത്യാധുനിക രീതിയിലുള്ളതാണ് കെട്ടിടം. ഒരു സമയം 1000 ആടുകളെ പരിപാലിക്കാം. പുതിയ കെട്ടിടം മലബാറി ആടുകളുടെ മികവിന്റെ കേന്ദ്രമായി മന്ത്രി ജെ ചിഞ്ചുറാണി പ്രഖ്യാപിച്ചു. ജനിക്കുന്ന ആട്ടിൻകുട്ടികളെ മുൻകൂട്ടി ബുക്കിംഗ് നടത്തുന്ന കർഷകർക്ക് മുൻഗണനാക്രമത്തിൽ വിൽപ്പന നടത്താനും സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ആട് കർഷകർക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്ന രീതിയിൽ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും ട്രെയിനിംഗ് സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുമെന്നും മന്ത്രി അറിയിച്ചു. ക്ഷീരസംഘങ്ങൾക്ക് MLA SDF ഉപയോഗിച്ച് AMCU വിതരണവും നടന്നു. ന്യൂസ് 18 പാറശാല. വിന്റേജ് കാറുകൾക്ക് വാഹനപ്രേമികൾക്കിടയിൽ എന്നും ഒരു പ്രത്യേക സ്ഥാനമുണ്ട് അല്ലേ? അതിൽ തന്നെ ഒന്നാമനാണ് കോണ്ടസ കാർ. ഒരു കോണ്ടസ കാർ ക്ലബിന്റെയും കോണ്ടസ പ്രേമികളുടെയും വിശേഷങ്ങളാണ് ഇനി നമ്മൾ അറിയാൻ പോകുന്നത്. കാണാൻ കാഴ്ചകൾ. പഴക്കമേറിയുണ്ടെങ്കിലും തങ്ങൾ ഇപ്പോഴും പുലികളാണെന്ന് തെളിയിക്കുകയാണ് ഈ കോണ്ടസ കാറുകൾ. അംബാസിഡർ എന്ന അതികായൻ നിരത്തുകൾ ഒറ്റയ്ക്ക് വാണിരുന്ന കാലം. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ ഓട്ടോമൊബൈൽ എഞ്ചിനീയർമാർ 84-ൽ ഒരു നീളൻ കാറിനെ കൂടി നിരത്തുകളിലേക്ക് ഇറക്കി വിട്ടു. ബ്രിട്ടീഷ് ഉരുക്കിൽ പണിതെടുത്ത ഈ കാർ വാഹനപ്രേമികളുടെ തലമുറകൾ മാറി മാറി നെഞ്ചേറ്റുകയാണ്. ഒരു കാലത്ത് നിരത്തുകൾ ഭരിച്ചിരുന്ന കോണ്ടസ ഇന്ന് അപൂർവമാണ്. എന്നാൽ ഇപ്പോഴും ഇവ പൊന്നുപോലെ കൊണ്ടു നടക്കുന്നവരുമുണ്ട്. ഇതിന്റെ സുഖം ഇന്നത്തെ ജനറേഷൻ വണ്ടികൾക്ക് കൂടിയിരിക്കുക. നിങ്ങളെന്നെ അനുഭവിച്ചിട്ടുണ്ടാവും ആ കംഫർട്ട്. 2004-2005 അവർ ഈ മോഡൽ നിർത്തേണ്ടി വന്നു. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ദുഃഖകരമായിട്ടുള്ള സംഭവമായിരുന്നു. പക്ഷേ ഇന്ന് കോളേജിൽ നിന്ന് വഴിയിൽ നിന്ന് ഇറങ്ങണ ഒരു കുട്ടികൾക്ക് ഒരു മസ്കുലർ കാർ പറഞ്ഞാൽ കോണ്ടസ മാത്രമേ ഉള്ളൂ. അത് ഏത് കാര്യം ഇന്ത്യയിൽ നിർമ്മിച്ചാലും ഇതിലും നമ്മുടെ കോണ്ടസ എന്നും ഒരു കോണ്ടസിനെയാണ്. ഇന്ത്യക്കാരുടെ ആദ്യ ആഡംബര വാഹനമായിരുന്നു കോണ്ടസ. നിരത്തുകളെ കീഴടക്കുന്ന പ്രൗഢിയും അസാധാരണമായ യന്ത്രസുഖവുമായിരുന്നു അന്നത്തെ കാലത്ത് കോണ്ടസയുടെ പ്രത്യേകത. മന്ത്രിമാരും സമ്പന്നരും കോണ്ടസയിൽ മാത്രം സഞ്ചരിച്ചിരുന്ന ഒരു കഥയും ഈ കാറിന് പറയാനുണ്ട്. ഓരോ വർഷവും ഈ ഒരു വണ്ടിയുടെ കാത്ത് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ ഇത് കൂടിയിട്ടാണ് കരുതിയിട്ടാണ് ഓരോ വർഷം ഞങ്ങൾ ഈ അഡ്മിൻസ് ഇതിൻ്റെ നമ്മൾ തയ്യാറെടുപ്പ് ചെയ്യാറുള്ളത്. 2005-ൽ നിർമ്മാണം അവസാനിപ്പിച്ച കോണ്ടസ ആരാധകരുടെയും ഉടമകളുടെയും കൂട്ടായ്മയാണ് കോണ്ടസ ക്ലബ്ബ്. ക്ലബിന്റെ വാർഷിക ഒത്തുചേരലും തൊടുപുഴയിൽ നടന്നു. ഒരു വാഹനത്തോടുള്ള സ്നേഹം മാത്രമാണ് ഈ കൂട്ടായ്മയ്ക്ക് പിന്നിലുള്ളത്. സ്വന്തം കുടുംബാംഗത്തെ പോലെ ഒരു വാഹനത്തെ സ്നേഹിക്കുന്ന കുറച്ച് മനുഷ്യർ ഇവിടെയുണ്ടെന്നും ഇവർ പറഞ്ഞു വെക്കുന്നു. ന്യൂസ് 18 ഇടുക്കി. വിനോദസഞ്ചാരികളുടെ പറുദീസയാണ് വർക്കല പാപനാശം തീരം അല്ലേ? എന്നാൽ ഈ തീരത്തെത്തുന്ന സഞ്ചാരികളെ ഇപ്പോൾ അലട്ടുന്നത് മാലിന്യ പ്രശ്നമാണ്. പൊതു ശൗചാലയത്തിൽ നിന്ന് പൊട്ടിയൊഴുകുന്ന മാലിന്യമാണ് തീരത്തെയും സഞ്ചാരികളെയും ഒരുപോലെ ബുദ്ധിമുട്ടിലാക്കുന്നത്. ദിവസവും സ്വദേശികളും വിദേശികളുമായ ആയിരക്കണക്കിന് സഞ്ചാരികൾ എത്തുന്ന ഇടം
തീരസൗന്ദര്യവും കടലിന് അഭിമുഖമായി നിൽക്കുന്ന ക്ലിഫുമെല്ലാം സഞ്ചാരികളുടെ മനം മയക്കും. പക്ഷേ കുറച്ചു കാലമായി ഇതല്ല സ്ഥിതി. പാപനാശം തീരത്തെത്തുന്ന സഞ്ചാരികൾക്ക് മൂക്കുപൊത്താതെ നടക്കാനാകില്ല. തീരത്തോട് ചേർന്നുള്ള പബ്ലിക് കംഫർട്ട് സ്റ്റേഷന്റെ സെപ്റ്റിക് ടാങ്കാണ് കടൽത്തീരത്തേക്ക് പൊട്ടി ഒഴുകുന്നത്. തീരസൗന്ദര്യം നഷ്ടപ്പെടുന്നുവെന്ന് മാത്രമല്ല, മാലിന്യം മൂലം തീരത്തിരിക്കാനോ ഉല്ലസിക്കാനോ സാധിക്കാത്ത അവസ്ഥയാണ്. ദുർഗന്ധവും രൂക്ഷം. ബലിതർപ്പണത്തിനടക്കം ഇവിടെ ദിവസവും ആളെത്തുന്നു. നഗരസഭ ഏൽപ്പിച്ച കരാറുകാരനാണ് കംഫർട്ട് സ്റ്റേഷന്റെ നടത്തിപ്പ് ചുമതല. ഇവരാകട്ടെ ഇതൊന്നും കണ്ടമട്ടല്ല. നാട്ടുകാർ വർക്കല നഗരസഭയിൽ വിവരമറിയിച്ചെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ന്യൂസ് 18 വർക്കല. ഇപ്പോൾ മറ്റു വാർത്തകളിലേക്ക് എത്തും മുമ്പ് ഒരു ചെറിയ ഇടവേള എടുക്കുകയാണ്. മെമ്മറി കാർഡ് വിവാദത്തിൽ താരസംഘടനയായ അമ്മയിൽ തെളിവെടുപ്പ് ഇന്നും തുടരും. 15 താരങ്ങളിൽ നിന്ന് അമ്മ പ്രസിഡന്റ് ശ്വേതാ മേനോന്റെ നേതൃത്വത്തിലുള്ള സംഘം മൊഴിയെടുക്കുകയാണ്. ഡാനി പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, ഗുഡ് മോർണിംഗ്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും ഏറെ വിവാദങ്ങൾ കേന്ദ്രീകരിച്ചിരുന്നത് ഈ മെമ്മറി കാർഡിനെ ചൊല്ലിയാണ്. എങ്ങനെയാണ് ഈ വിവാദങ്ങളിലെ അന്വേഷണം പുരോഗമിക്കുന്നത്? ഗുഡ് മോർണിംഗ്. ഈ കേസിൽ ക്ഷമിക്കണം, ഈ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമ്മ നടത്തുന്ന, അതായത് അവരുടെ തെരഞ്ഞെടുപ്പിന് ശേഷം നടത്തുന്ന ഒരു വലിയ നടപടി എന്ന രീതിയിലാണ് അവരുടെ വലിയ വിവാദങ്ങളിലേക്ക് മെമ്മറി കാർഡ് വിവാദം എത്തിച്ചിരുന്നു. അതിലൊരു തുടർ നടപടി എന്ന രീതിയിൽ സുപ്രധാനമായ തീരുമാനമായിരുന്നു തെരഞ്ഞെടുപ്പിന് ശേഷം വന്ന പുതിയ ഭരണസമിതി എടുത്തിരുന്നത്. ഇതിന് 5 അംഗ കമ്മീഷനാണ് രൂപീകരിച്ചത്. പ്രസിഡന്റ് ശ്വേതാ മേനോൻ, അതോടൊപ്പം തന്നെ ജോയ് മാത്യു, നടൻ ദേവൻ, ശ്രീലത നമ്പൂതിരി, അങ്ങനെ തുടങ്ങിയ 5 അംഗ പേരടങ്ങുന്നതാണ് ഈ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇതിൽ മെമ്മറി കാർഡ് വിവാദവുമായി ബന്ധപ്പെട്ട 14ഓളം പേരാണ് ഇതിലുള്ളത്, നടിമാര്. ഇവരെ വിളിച്ചു വരുത്തിയാണ് മൊഴിയെടുക്കുന്നത്. ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടങ്ങിയ നടപടി ഇന്നലെയും തുടർന്നു. ഇന്ന് ഇത് അവസാന ഘട്ടത്തിലാണ് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഇത് സംബന്ധിച്ച കാര്യങ്ങളിൽ മീറ്റു സംബന്ധിയായ വിവാദങ്ങൾ ഉയർന്നപ്പോൾ ഇത് സംബന്ധിച്ചുള്ള ഒരു തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ എന്ന രീതിയിൽ വിളിച്ചു ചേർക്കപ്പെട്ട യോഗത്തിൽ പല കാര്യങ്ങളും പലരും ചർച്ച ചെയ്തിരുന്നു. ഇത് ഒരു മൊബൈൽ റെക്കോർഡ് ചെയ്യുകയും പിന്നീട് അതൊരു മെമ്മറി കാർഡിലേക്ക് മാറ്റുകയും എല്ലാം ചെയ്തു എന്നാണ് പറയുന്നത്. ഈ കാർഡ് നഷ്ടപ്പെട്ടുവെന്നും ആരോപണം ഉയർന്നിരുന്നു. ഇതിൽ പ്രധാനമായും ആരോപണം ഉന്നയിക്കപ്പെട്ടത് ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന കുക്കു പരമേശ്വരനെതിരെ തന്നെയായിരുന്നു പ്രധാന ആരോപണം ഇക്കാര്യത്തിൽ ഉയർന്നു വന്നത്. അതുകൊണ്ടാണ് ഇതിൽ ഒരു അന്വേഷണം നടത്തുമെന്ന് പുതുതായി രൂപീകരിക്കപ്പെട്ട ഭരണസമിതി ആദ്യം തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഏതായാലും ഇതിൽ ഒരു 5 അംഗ സമിതി രൂപീകരിച്ചു. 60 ദിവസത്തിനുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനും അതോടൊപ്പം തന്നെ അത് എക്സിക്യൂട്ടീവിൽ അവതരിപ്പിക്കാനുമാണ് തീരുമാനിച്ചത്. വേണമെങ്കിൽ പിന്നീട് ചേരുന്ന ജനറൽ ബോഡി യോഗത്തിലും ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ വിശദീകരണം നൽകുമെന്നും എല്ലാം തന്നെ പറഞ്ഞിരുന്നു. ഏതായാലും ഈ കാര്യത്തിലുള്ള ഒരു നടപടികളെല്ലാം തന്നെ തുടരുകയാണ്. ഇതിന്റെ തുടർച്ചയെന്നോണം ഇന്നും ഈ വിഷയത്തിൽ ഉൾപ്പെട്ട നടിമാരെ വിളിച്ച് വരുത്തുന്നുണ്ട്. കൊച്ചിയിലെ അമ്മ ഓഫീസിലേക്കാണ് ഇവരെത്തുന്നത്. മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷം പിന്നീട് ചേരുന്ന എക്സിക്യൂട്ടീവ് ഇക്കാര്യത്തിൽ ഇതിന്റെ വിശദാംശങ്ങൾ എക്സിക്യൂട്ടീവ് യോഗത്തിൽ അവതരിപ്പിക്കുകയും എന്ത് നടപടി ഇക്കാര്യത്തിൽ വേണമെങ്കിൽ നിയമപരമായ നടപടികളിലേക്ക് നീക്കണമെങ്കിൽ അത്തരം കാര്യങ്ങളും തന്നെ ആലോചിക്കുമെന്ന് അന്ന് വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ഇതിലുള്ള കമ്മീഷന്റെ ഒരു തെളിവെടുപ്പ്, മൊഴിയെടുപ്പ് ഇതെല്ലാം തുടരുകയാണ്. ഓക്കെ, ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ അത്ലറ്റിക് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. 100 മീറ്ററിലെ വേഗമേറിയ താരങ്ങളെ ഇന്നറിയാം. MS ഹരീഷൻ ചേരുന്നുണ്ട് നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി. ഹരി, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വേഗമേറിയ താരങ്ങളെ അറിയുന്ന ദിവസമാണ്, ആവേശോജ്വലമായ മത്സരങ്ങളുടെ ദിവസമാണ്. അതിനിടയിൽ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ മഴ രസം കൊല്ലിയാവുന്നുണ്ടോ? ഇല്ല ആര്യ, മഴ രസംകൊല്ലി ആവുന്നില്ല. സ്വാഭാവികമായിട്ടും മഴ ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണല്ലോ ഇത്. എന്തായാലും പാലക്കാട് ട്രാക്ക് തീപിടിപ്പിക്കുകയാണ്. പാലക്കാട് തന്നെയാണ് 3000 മീറ്റർ സീനിയർ വിഭാഗം പെൺകുട്ടികളിലും പാലക്കാട് നേടിക്കൊണ്ടു പോയെങ്കിൽ ഇത്തവണ പാലക്കാട് സീനിയർ വിഭാഗം 3000 മീറ്ററിൽ പാലക്കാട് കൊണ്ടുപോകുന്നത് സ്വർണവും വെള്ളിയും കൂടിയാണ്. രണ്ടും ഒരേ സ്കൂളിലേക്ക് കൊണ്ടുപോവുകയാണ് ജഗന്നാഥനും മുഹമ്മദ് ഷബീറും. നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് ആദ്യം പോകണം. രണ്ടുപേർക്കും കൺഗ്രാറ്റുലേഷൻസ്. എങ്ങനെയുണ്ടായിരുന്നു ട്രാക്കിലെ പെർഫോമൻസ്? കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല കാലാവസ്ഥയായിരുന്നു, ഓടാൻ പറ്റി. എന്തായാലും കോമ്പറ്റീഷൻ ചെയ്തിട്ട് ഓടിയത്, ഗോൾഡും സിൽവറും വരാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. തീരുമാനിച്ചുറപ്പിച്ചാണ്. വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഓടിയത്, ഗോൾഡും സിൽവറും രണ്ടാളും എടുക്കണമെന്ന്. അതുപോലെ സാധിച്ചു. ഇടതുവശത്തേക്കുന്നതാണ് ജഗന്നാഥൻ, വലതുവശത്തേക്കുന്നതാണ് മുഹമ്മദ് ഷബീർ. ഞാൻ പ്രേക്ഷകർക്ക് ഒന്നുകൂടെ ക്ലിയർ ആക്കുകയാണ്. ഷബീർ, എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചിറങ്ങിയത് പോലെ ഉണ്ടായിരുന്നു ട്രാക്കിൽ? ഞാൻ നേരത്തെ ഒന്നില്ലേ ഫസ്റ്റ് ആണ്, അല്ലെങ്കിൽ സെക്കൻഡ്, ഫസ്റ്റ് എനിക്ക് അങ്ങനെ തീരുമാനിച്ചിട്ടാണ് ഞങ്ങൾ
അന്ന് തന്നെ ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു മെഡൽ വരും എന്നുള്ളതിൽ. നിങ്ങളുടെ പ്രാക്ടീസ് സെഷൻ എങ്ങനെയുണ്ടായിരുന്നു? എത്ര നാള് നീണ്ടു നിൽക്കുന്നതായിരുന്നു? എത്ര മാസമായിട്ട്? ഇങ്ങനെ മനസ്സിലായില്ല. പ്രാക്ടീസ് സെഷൻ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു 3000 മീറ്ററിന് വേണ്ടി പ്രത്യേകം അവര് തുടങ്ങിയ കാലം മുതൽ തന്നെ ലോങ് ഡിസ്റ്റൻസിലേക്ക് തന്നെയാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതെ അതെ. കഴിഞ്ഞ വർഷം ജയനാഥൻ ജൂനിയർ ബോയ്സിൽ 3000 ഫസ്റ്റ് ആയിരുന്നു. ഇപ്പൊ സീനിയറിൽ ഈ വർഷം സീനിയറാണ്. അപ്പൊ ഈ വർഷം ഫസ്റ്റ് വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഷബീർ ഇത് ലാസ്റ്റ് സ്കൂൾ മീറ്റ് ആണ്. അതിലൊരു മെഡൽ കിട്ടിയത് തന്നെ വളരെ സന്തോഷം. കാരണം 4 വർഷമായി ഷബീർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് ചെയ്യുന്നത്. നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. എങ്ങനെയായിരുന്നു ഈ കാണുന്നത് ഇവരുടെ ഒരു പ്രകടനം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇന്നത്തെ പെർഫോമൻസ് പ്രത്യേകം എടുത്തു നോക്കുക? കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടൈം കുറച്ചും കൂടി ബെറ്റർ ആയി ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ നിരാശയുണ്ട് കേട്ടോ. ടൈം അവരുടെ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മളൊരു സ്റ്റേറ്റ് മീറ്റിന് വരുന്ന സമയത്ത് നല്ല കോമ്പറ്റീഷൻ കിട്ടുമ്പോൾ കുറച്ചും കൂടി ടൈം ബെറ്റർ ആവുന്ന രീതിയിലേക്ക് വരുമായിരുന്നു. നമുക്ക് ഈ പറഞ്ഞ പോലെ റെക്കോർഡ് 9:37 എനിക്ക് നോക്കിയപ്പോൾ 8:42 കിട്ടിയത്. 8:47 പിന്നെ കിട്ടിയിരിക്കുന്നത്. അല്ല സോറി, എത്ര 37 അല്ലേ? 37 റെക്കോർഡ് കിടക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ചെയ്താണെങ്കിൽ അത് നമുക്ക് കിട്ടുമായിരുന്നു. പക്ഷെ അതിൽ നിരാശയൊന്നുമില്ല. കാരണം നമുക്ക് മെഡൽ പ്രതീക്ഷയോടുകൂടി കിട്ടിയതിൽ വളരെ സന്തോഷം. അവരുടെ ഹാർഡ് വർക്കിന് അവർക്ക് മെഡൽ കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ അവർക്ക് രക്ഷിതാക്കൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഞങ്ങളുടെ സ്കൂളിൽ നിന്നുള്ള മാനേജ്മെന്റ്, സ്റ്റാഫ്, PTA എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ നേട്ടം എത്താൻ കഴിഞ്ഞത്. ഇനി ഏതെങ്കിലും ഇനി ക്രോസ് കൺട്രി ഉണ്ട് അവസാന ദിവസം. 1500 ഉണ്ട്, ക്രോസ് കൺട്രി ഉണ്ട്. രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ്. തകർക്ക് പൊളിക്ക്. ഓക്കെ, അത് തന്നെയാണ്. അങ്ങനെ പാലക്കാടിന്റെ ഒരു തേരോട്ടം ട്രാക്ക് അവരുടെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 3000 മീറ്റർ സീനിയർ വിഭാഗം പെൺകുട്ടികളിൽ സ്വർണം നേടിയത് ഇനിയാണ് പാലക്കാട് നിന്നും. ഇനിയ സബ് ജൂനിയർ വിഭാഗത്തിൽ മത്സരിക്കേണ്ടതാണ്. കാരണം എട്ടാം ക്ലാസ്സിലാണ് ഇനിയ പഠിക്കുന്നത്. പക്ഷേ ഇനിയ മത്സരിച്ചത് സീനിയർ വിഭാഗത്തിലാണ്. ആ സീനിയർ വിഭാഗത്തിൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഇനിയ സ്വർണ്ണ മെഡൽ നേടുകയും ചെയ്തത്. പാലക്കാട് അങ്ങനെ അവരുടെ ട്രാക്കിലുള്ള അവരുടെ തീ അവർ ആളിപ്പടർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ 2 ഇവന്റുകളിലും സ്വർണം നേടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ 3000 മീറ്റർ പെൺകുട്ടികളുടെ ജൂനിയർ വിഭാഗം മത്സരങ്ങൾ ആണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതും പാലക്കാട് വീണ്ടും കൊണ്ടുപോകുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്ന കാര്യം. എന്തായാലും മഴയൊന്നും ഇതിന്റെ ഒരു ആവേശം കെടുത്തുന്നില്ല. വളരെ രസകരമായ രീതിയിൽ തന്നെ മത്സരം നടക്കുന്നുണ്ട്. വളരെ ആവേശകരമായ രീതിയിൽ തന്നെയാണ് മത്സരം നിലവിൽ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഹരി ഇപ്പോൾ പാലക്കാടിന്റെ തേരോട്ടത്തെ കുറിച്ച് സംസാരിച്ചു. എനിക്ക് തോന്നുന്നു പോയിന്റ് ലിസ്റ്റിൽ ഇതുവരെ ഇന്നിപ്പോൾ ആരംഭിച്ച മത്സരങ്ങളുടെ പോയിന്റ് നില പരിശോധിച്ചിട്ടുണ്ടോ? അത് കണക്കാക്കപ്പെട്ടിട്ടല്ല. ഇന്നലെ വരെ നോക്കുമ്പോൾ തിരുവനന്തപുരമായിരുന്നു പട്ടികയിൽ ഒന്നാമത് അല്ലെ? ഇപ്പോൾ ആ നിലയിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഇല്ല ആര്യ, കാരണം തിരുവനന്തപുരം ബഹുദൂരം മുന്നിലാണ്. കാരണം ഇപ്പോൾ നിലവിൽ നമ്മൾ പോയിന്റ് പട്ടികയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ 668 പോയിന്റുമായിട്ടാണ് തിരുവനന്തപുരം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. കണ്ണൂര് 388 പോയിന്റുമായിട്ട് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. കാരണം ഇപ്പൊ തന്നെ മനസ്സിലായല്ലോ, രണ്ട് ജില്ലകളും തമ്മിലുള്ള പോയിന്റ് ഡിഫറൻസ് തന്നെ ഏകദേശം 300-നടുത്ത് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരം ബഹുദൂരം മുന്നിലാണ്. കൊച്ചിയിൽ എങ്ങനെയാണോ തിരുവനന്തപുരം അവരുടെ മീറ്റ് അവസാനിപ്പിച്ചത് അതേ തേരോട്ടം തന്നെ തുടരുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഭിന്നശേഷി വിഭാഗത്തിലെ കുട്ടികളുടെ ഗെയിംസും ബാക്കി കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഗെയിംസിലും നീന്തലിലും തിരുവനന്തപുരം സർവാധിപത്യമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് ആദ്യ ദിനത്തിൽ തിരുവനന്തപുരത്തിന് കൃത്യമായിട്ട് അവരുടെ ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു. പക്ഷേ പാലക്കാട് ട്രാക്കിന് പേര് കേട്ട ജില്ലയാണ്. ട്രാക്ക് ഉണ്ടെങ്കിൽ അത് പാലക്കാടിനാണ് എന്നുള്ളത് തന്നെ നമുക്ക് വർഷങ്ങളായിട്ടുള്ള കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഒരു സൈഡിൽ കൂടി ട്രാക്കിലൂടെ പാലക്കാട് അങ്ങ് കയറി പോകുന്നത് നമ്മൾ ആദ്യമായിട്ട് കാണുന്നതൊന്നുമല്ല. അതിന് ഏറ്റവും വലിയ തുടക്കം തന്നെയാണ് രണ്ടാം ദിനത്തിൽ സംഭവിച്ചിരിക്കുന്നത്. 3000 മീറ്റർ സീനിയർ വിഭാഗം പെൺകുട്ടികളും ആൺകുട്ടികളുടെയും അത് രണ്ടും സ്വർണം പാലക്കാട് നേടുന്നു. സീനിയർ വിഭാഗം ആൺകുട്ടികളിൽ വെള്ളിയും പാലക്കാട് നേടുന്നു. അതും മുണ്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളാണ് ആൺകുട്ടികളിൽ സ്വർണവും വെള്ളിയും നേടുന്നത്. ഒരേ സ്കൂളിലേക്കാണ്, പാലക്കാടിലെ ഒരേ സ്കൂൾ മുണ്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് തന്നെയാണ് സ്വർണവും വെള്ളിയും പോകുന്നത് എന്നുള്ള പ്രത്യേകതയും കൂടിയുണ്ട്. അത് കൃത്യമായിട്ട് അവർ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ തീരുമാനിച്ച് ഉറപ്പിച്ച് അവർ ഇറങ്ങിയതാണ്. എന്നാലും റെക്കോർഡ് ടൈം ഫിനിഷ് ചെയ്യാൻ സാധിക്കാത്തതിന്റെ വിഷമം അവരുടെ അധ്യാപകർ ഉണ്ടെങ്കിൽ പോലും സ്വർണവും വെള്ളിയും പാലക്കാട് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് ട്രാക്കിൽ പാലക്കാട് വിസ്മയം തീർക്കും. അത് ഇത്തവണയും ഒരു മാറ്റവും ഉണ്ടാവാതെ തന്നെ ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിന്റെ ആദ്യത്തെ തിരികൊളുത്തുകയാണ് പാലക്കാട് ആദ്യത്തെ 2 ഇനങ്ങൾ പൂർത്തിയാകുമ്പോഴേക്കും. ഇന്നത്തെ ഹൈലൈറ്റ് ഈ 100 മീറ്റർ അടക്കമുള്ള മത്സരമായിരിക്കും അല്ലേ?
തീർച്ചയായും അറിയാം. വേഗതയേറിയവൻ ആരാണ്, വേഗതയേറിയ വ്യക്തി ആരാണ് എന്ന് അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കാരണം കൃത്യമായി നമുക്ക് ഇന്ന് അത്ലറ്റിക്സ് തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റിംഗ് ഇവന്റ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഓട്ടക്കാരികളും ഒക്കെ ആരാണ്, വേഗത്തിൽ ആര് ഫിനിഷ് ചെയ്യും, എത്ര സമയം റെക്കോർഡ് തീർക്കുമോ തുടങ്ങി നിരവധി കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. 3000 മീറ്ററാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി റിലേ നടക്കാനുണ്ട്, 100 മീറ്റർ നടക്കാനുണ്ട്. അങ്ങനെ 10 ഇനങ്ങളാണ് ഇന്ന് നടക്കാനുള്ളത്. ആ 10 ഇനങ്ങളുടെ ഫൈനല് ഇന്ന് നടക്കും. അങ്ങനെ പല വിഭാഗങ്ങളിലും ഇന്ന് അത്ലറ്റിക്സ് നടത്തുമ്പോഴേക്കും പാലക്കാട് പ്രതീക്ഷിച്ചതുപോലെ തന്നെ എങ്ങനെയാണോ പാലക്കാട് ട്രാക്കിൽ അവരുടെ ഒരു ആധിപത്യം തുടരും എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചതുപോലെ തന്നെ എങ്ങനെയായിരുന്നോ പാലക്കാട് മുന്നേറ്റം ഉണ്ടാകുമെന്ന് കരുതിയിരുന്നത് പോലെ തന്നെയാണ് അവരുടെ തുടക്കം. ആ തുടക്കം വീണ്ടും തുടരുമെന്ന കാര്യത്തിലും മാത്രമാണ് ഇനി തർക്കമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അറിയേണ്ടതുണ്ട്. ഏതായാലും ആവേശകരമായ തുടക്കം തന്നെയാണ് നടന്നിരിക്കുന്നത്. മഴ ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ മഴ രസകൊല്ലിയാകുന്നില്ല. കാരണം ഇപ്പോൾ മഴ പെയ്യുന്നില്ല. കാലാവസ്ഥ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ പോലും ട്രാക്കിൽ ഇപ്പൊ സിന്തറ്റിക് ട്രാക്കാണ്, കുറച്ച് നനഞ്ഞിരിക്കുകയാണ്. പ്ലെയേഴ്സിനെ കാര്യമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നത് വേണം മനസ്സിലാക്കാൻ. എന്നാൽ പോലും ഇന്നത്തെ ദിവസം വളരെയധികം പ്രത്യേകതയാണ്. ആരാണ് ഏറ്റവും കൂടുതൽ വേഗത്തിൽ ഓടുന്നത് എന്നുള്ളത് ഇന്ന് അറിയാം. മീറ്റിലെ വേഗമേറിയ താരങ്ങളെ അറിയാനുള്ള ഒരു സമയം കൂടിയാണ് ഇന്ന്. ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. 2ാം സ്ഥാനത്ത് കണ്ണൂർ നിൽക്കുന്നു. ബഹുദൂരം മുന്നിൽ തന്നെയാണ് തിരുവനന്തപുരം. തീർച്ചയായും ബഹുദൂരം മുന്നിലാണ് തിരുവനന്തപുരം എന്തായാലും പോയിന്റ് പട്ടികയിലുള്ളത്. പക്ഷേ പാലക്കാട് മുൻപേ ട്രാക്കിനെ തീപിടിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. 2 പാലക്കാട്ട് നിന്നുള്ള മിടുക്കന്മാരെ നമ്മൾ പരിചയപ്പെട്ടു. എന്തായാലും വേഗമേറിയ താരങ്ങളെ ഇന്നറിയാം. മുൻപുണ്ടായിരുന്ന റെക്കോർഡുകളൊക്കെ അവർ ഭേദിക്കുമോ, പുതിയ ചരിത്രം സൃഷ്ടിക്കുമോ എന്നൊക്കെ അറിയുന്ന വളരെ ആവേശോജ്വലമായ മത്സരങ്ങൾ നടക്കുന്ന ദിവസമാണ്. അപ്പോൾ നമുക്ക് വരും മണിക്കൂറുകളിലൊക്കെയും നമുക്ക് കായികമേള നടക്കുന്ന വേദികളിലേക്ക് എത്താം. അവിടുത്തെ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇപ്പോൾ പെൺകുട്ടികളുടെ 3000 മീറ്റർ മത്സരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവർ അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഹരി, അങ്ങനെയാണോ? അവസാന നിമിഷങ്ങളിലേക്ക് എത്തിയോ? അതെ, ഫൈനൽ ലാപ്പിലേക്ക് കടക്കുകയാണ്. ഫൈനൽ ലാപ്പിലേക്കാണ്. 3000 വിഭാഗം ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഫൈനൽ ലാപ്പിലേക്ക് കടക്കുകയാണ്. വളരെ ആവേശകരമായിട്ട് രീതിയിലേക്ക് മത്സരം മാറിക്കൊണ്ടിരിക്കുകയാണ് സാഹചര്യം. എന്തായാലും ഫൈനൽ ലാപ്പിലേക്ക് കടക്കുകയാണ്. കൃത്യം 1 മിനിറ്റ്, ഏകദേശം 1 മിനിറ്റിനുള്ളിലേക്ക് ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്താൻ ഒരു സാഹചര്യമാണ് കാണുന്നത്. വളരെ ആവേശകരമായ രീതിയിൽ. പ്രതീക്ഷയുടെ ആരൊക്കെയാണ് മുൻനിരയിലുള്ളതെന്ന് അറിയാൻ കഴിയുന്നുണ്ടോ ഹരി? മുന്നിട്ട് നിൽക്കുന്നതാണ്. സത്യം പറയുകയാണെങ്കിൽ ഒരു പിടിയില്ല ആരാണ് എന്നുള്ളതിനെ പറ്റി അറിയുന്നില്ല. പക്ഷെ ഫൈനൽ ലാപ്പിലേക്ക് കിടക്കുന്നു. ഫിനിഷിംഗ് പോയിന്റിലേക്ക് അടുക്കുകയാണ്. വീണ്ടും പാലക്കാട് നേടുന്നൊരു സാഹചര്യമാണ് നിൽക്കുന്നത്. പാലക്കാട് അതെ തന്നെയാണ് ഫിനിഷ് ചെയ്യുന്നത്. പാലക്കാട് ഹയർ സെക്കൻഡറി സ്കൂൾ തന്നെയാണ് ഫിനിഷ് ചെയ്യുന്നത്. അതായത് ഹരി, ഇപ്പോൾ നമ്മൾ കണ്ട ആ 2 മിടുക്കന്മാരുള്ള അതേ സ്കൂളിലെ വിദ്യാർത്ഥി തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? ഗേൾസ് വിഭാഗത്തിലും ഇപ്പോൾ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. അതെ, മുണ്ടൂർ സ്കൂൾ തന്നെയാണ്, പാലക്കാട് മുണ്ടൂർ സ്കൂൾ തന്നെയാണ് ഈ നേട്ടം കൈകാര്യം ചെയ്യുന്നത്. ആര് കുറച്ച് നിമിഷം തന്നു കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽസ് ഒപ്പിക്കാം. പക്ഷേ പെൺകുട്ടി ഏതാണ് എന്നുള്ളത് മാത്രമാണ് ഉറപ്പിക്കേണ്ടത്. പാലക്കാട് തന്നെയാണ് വീണ്ടും ജൂനിയർ വിഭാഗത്തിൽ 3000 മീറ്റർ ജൂനിയർ വിഭാഗത്തിലും പാലക്കാട് അർച്ചനയാണ് സ്വർണം നേടിയിരിക്കുന്നത്. മുണ്ടൂർ സ്കൂളിൽ തന്നെയാണ് മുണ്ടൂർ സ്കൂളിൽ തന്നെയാണ്. നമ്മൾ നേരത്തെ 3000 മീറ്റർ സീനിയർ വിഭാഗത്തിൽ മത്സരിച്ച് സ്വർണവും വെള്ളിയും നേടിയ മുണ്ടൂർ സ്കൂളിലെ വിദ്യാർത്ഥി തന്നെയാണ് അർച്ചനയാണ് ഇപ്പോൾ സ്വർണ്ണ മെഡൽ നേടിയിരിക്കുന്നത്. നമുക്ക് അർച്ചനയോട് തന്നെ നേരിട്ട് ചോദിക്കാം വിശേഷങ്ങൾ. എങ്ങനെയുണ്ടായിരുന്നു ട്രാക്കിലെ പ്രകടനം? ഇവിടെ ഉടനെ തിരുവനന്തപുരത്ത് 2ാമത്തെ സ്റ്റേറ്റ്. പാലക്കാടല്ലേ? പേരെന്താ? അർച്ചനൈസ്. എത്ര നാളത്തെ പ്രാക്ടീസ് ആണ്? കഴിഞ്ഞ മീറ്റ് കഴിഞ്ഞിട്ടുള്ള പ്രാക്ടീസ്. നന്നായിട്ട് നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. പ്രാക്ടീസ് ടൈം അറിയില്ലല്ലോ. അല്ല, സെക്കൻഡ് ടൈമാണ് സ്റ്റേറ്റ് വരുന്നത്. കഴിഞ്ഞ വർഷം ഫസ്റ്റ് ആയിരുന്നു. അറിയില്ല.
അർച്ചനയാണ് 3000 മീറ്റർ ജൂനിയർ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനത്ത് നേടിയത്. കഴിഞ്ഞ തവണയും അർച്ചന മത്സരിച്ചിരുന്നു. കഴിഞ്ഞ തവണയും അർച്ചനയ്ക്ക് സ്വർണ്ണ മെഡലായിരുന്നു. ഇത്തവണയും അർച്ചന അത് ആവർത്തിക്കുകയാണ്. പാലക്കാടിന് വീണ്ടും അഭിമാനം. അതാണ് നമ്മൾ പറയുന്നത് പോലെ പാലക്കാടിന് അഭിമാനം, അതുപോലെ തന്നെ മുണ്ടൂർ സ്കൂളിനും അഭിമാനം. തങ്ങളുടെ പക്കൽ ഒരുപാട് കായിക താരങ്ങൾ ഉണ്ട് എന്ന് തെളിയിച്ചിരിക്കുകയാണ്. മുണ്ടൂർ സ്കൂളിന് തന്നെ അഭിമാനം. തീർച്ചയായും. കാരണം നമ്മൾ കഴിഞ്ഞ ലാപ്പിലെ അവസാനം അർച്ചന ഓടിക്കൊണ്ടിരുന്നപ്പോഴേക്കും നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിരുന്ന അധ്യാപകൻ അവിടെ വേറൊരു ചാനലിൽ അഭിമുഖം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് വേഗത്തിലൂടെ വിളിച്ചു പോകുന്നത് നമ്മൾ അവിടെ നിന്ന് കണ്ടു. അങ്ങനെ അർച്ചനയ്ക്ക് അവിടെ നിന്ന് ഒരു മോട്ടിവേഷൻ നൽകുന്നുണ്ടായിരുന്നു ഫൈനൽ ലാപ്പിൽ. അതിനുശേഷമാണ് അർച്ചന വീണ്ടും മിന്നൽ ശരവേഗത്തിലാണ് ആ ഫൈനൽ ലാപ്പ് അവസാനിപ്പിച്ചത്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആ കാഴ്ച. എന്തായാലും പാലക്കാട് മുണ്ടൂർ സ്കൂളിലേക്ക് വീണ്ടും ഒരു മെഡൽ നേട്ടം, അത് സ്വർണം തന്നെയാണ് പോകുന്നത്. സ്കൂളിന് അഭിമാനമാകുന്നതിനോടൊപ്പം തന്നെ പാലക്കാട് ട്രാക്കിന് തീ പിടിക്കുന്ന കാര്യം. നമ്മൾ ഇത്രയും വലിയൊരു ആദ്യത്തെ 3 ഇവന്റുകളാണ് നടന്നത്. 3000 മീറ്ററിന്റെ സീനിയർ വിഭാഗം പെൺകുട്ടികളും ആൺകുട്ടികളും, അതിനുശേഷം 3000 മീറ്റർ ജൂനിയർ വിഭാഗം പെൺകുട്ടികളുമാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. അത് 3 പാലക്കാട് എടുത്തുകൊണ്ട് പോവുക. അങ്ങനെ ട്രാക്കിൽ സർവാധിപത്യം പാലക്കാട്. ആദ്യത്തെ ദിവസം അത്ലറ്റിക്സിലെ ആദ്യത്തെ ദിവസത്തിൽ പാലക്കാടിന്റെ തേരോട്ടം തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ രീതിയിൽ തന്നെയുള്ള മുന്നേറ്റം പാലക്കാട് തുടർന്നും കാഴ്ചവെക്കുമെന്ന് തന്നെയാണ് അവരുടെ പ്രതീക്ഷ, ജില്ലയുടെ പ്രതീക്ഷ. അതൊക്കെ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. മഴ ഒക്കെയാണ്, കാലാവസ്ഥ മാറി നിൽക്കുകയാണെങ്കിൽ പോലും യാതൊരു രീതിയിലും അത്ലറ്റിക് ട്രാക്കിൽ ആ ഒരു തീപിടുത്തം പാലക്കാട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്, തീർച്ചയായും. എം എസ് ഹരികൃഷ്ണനാണ് നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും പാലക്കാടിന്റെ തേരോട്ടമാണ് ട്രാക്കിൽ നമ്മൾ കണ്ടത്. ആൺകുട്ടികളുടെ വിഭാഗം 3000 മീറ്ററിൽ സ്വർണവും വെള്ളിയും നേടിയത് പാലക്കാട് മുണ്ടൂർ സ്കൂളാണ്. ഇപ്പോൾ നമ്മൾ ഒരു ഫൈനൽ കണ്ടു. 3000 മീറ്റർ പെൺകുട്ടികളുടെ മത്സരം, അതിലും സ്വർണം നേടിയിരിക്കുന്നത് പാലക്കാട് മുണ്ടൂർ സ്കൂൾ തന്നെയാണ് എന്ന ഒരു അഭിമാനകരമായ നേട്ടത്തിലേക്ക് പാലക്കാട് മുണ്ടൂർ സ്കൂൾ എത്തുന്നു. ഇതിപ്പോൾ 3000 മീറ്റർ സീനിയർ വിഭാഗം പെൺകുട്ടികളുടെ മത്സരമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ മറ്റ് വാർത്തകളിലേക്ക് കൂടി നമ്മൾ കടക്കുകയാണ്. അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ന് ഇസ്രായേലിലെത്തും. വെടിനിർത്തൽ കരാറിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ടെൽ അവീവിൽ തുടരുകയാണ്. നേതാക്കൾ ബെഞ്ചമിൻ നെതന്യാഹുവിനെ കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. വെടിനിർത്തൽ കരാറിന് ശേഷം കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1 ഡസൻ കഴിഞ്ഞു. ആമസോണിൽ ജോലികൾ റോബോട്ടുകളെ ഉപയോഗിച്ച് നടപ്പിലാക്കാൻ നീക്കം. ഇതുവഴി 10 വർഷത്തിനിടെ 6 ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ നഷ്ടമാകുമെന്നാണ് റിപ്പോർട്ട്. വർഷങ്ങളായി ലോകമെമ്പാടുമുള്ള തൊഴിൽ വിപണിയെ രൂപപ്പെടുത്തുന്നതിൽ ആമസോൺ എന്ന ഭീമൻ ടെക്നോളജി കമ്പനിക്ക് നിർണായക പങ്കുണ്ട്. ഉപഭോക്താക്കൾക്ക് മിന്നൽ വേഗത്തിൽ സാധനങ്ങൾ എത്തിച്ചുകൊണ്ട് ഇ-കൊമേഴ്സ് മേഖലയിൽ വിപ്ലവം സൃഷ്ടിച്ച ഈ സ്ഥാപനം ഇപ്പോൾ മറ്റൊരു വലിയ മാറ്റത്തിന് ഒരുങ്ങുകയാണോ? ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് പ്രകാരം അടുത്ത ദശകത്തിൽ തങ്ങളുടെ 5.5 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ റോബോട്ടുകൾ ഉപയോഗിച്ച് യന്ത്രവൽക്കരിക്കാൻ ആമസോൺ ലക്ഷ്യമിടുന്നു എന്നാണ് വെളിപ്പെടുത്തൽ. ഇത് കേവലം ജീവനക്കാരുടെ എണ്ണത്തിലുള്ള കുറവ് മാത്രമല്ല, കോർപ്പറേറ്റ് ലോകത്തെയും ആഗോള തൊഴിൽ സംസ്കാരത്തെയും മാറ്റിമറിക്കാൻ പോകുന്ന ഒരു റോബോട്ടിക് വിപ്ലവമാകാനാണ് സാധ്യത. ആമസോണിന്റെ ഈ തന്ത്രപരമായിട്ടുള്ള മാറ്റത്തിന് പിന്നിൽ പ്രധാനമായും 2 ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്ന് ചെലവ് ചുരുക്കലും മറ്റൊന്ന് പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കലുമാണ്. റിപ്പോർട്ട് അനുസരിച്ച് സാധനങ്ങൾ ശേഖരിക്കുന്നതും പാക്ക് ചെയ്യുന്നതും വിതരണം ചെയ്യുന്നതും ഉൾപ്പെടെയുള്ള ഓരോ ഇനത്തിന്റെയും പ്രോസസ്സിംഗ് ചെലവിൽ ഏകദേശം 30 സെന്റ് ലാഭിക്കാൻ ഓട്ടോമേഷൻ വഴി കമ്പനിക്ക് സാധിക്കും. ഇത് നിസ്സാരമെന്ന് തോന്നാമെങ്കിലും ആഗോളതലത്തിൽ പ്രതിദിനം കോടിക്കണക്കിന് ഓർഡറുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം 2025-നും 2027-നും ഇടയിൽ മാത്രം പ്രവർത്തന ചെലവിൽ $12.6 ബില്യൺ വരെ ലാഭിക്കാൻ ഇത് സഹായിക്കും. ലാഭത്തിന്റെ ഈ ഭീമമായ കണക്കുകളാണ് ഓട്ടോമേഷൻ അജണ്ടയ്ക്ക് കൂടുതൽ ഊർജം നൽകുന്നത്. 2033 ആകുമ്പോഴേക്കും തങ്ങളുടെ വിൽപ്പന ഇരട്ടിയാകുമെന്ന് ആമസോൺ പ്രതീക്ഷിക്കുന്നുമുണ്ട്. എന്നാൽ ഈ വളർച്ചയ്ക്കനുസരിച്ച് ജീവനക്കാരെ നിയമിക്കുന്നത് ഒഴിവാക്കാൻ അടുത്ത 10 വർഷത്തിനുള്ളിൽ
6 ലക്ഷത്തിൽ പരം ജീവനക്കാരെ ആവശ്യമില്ലാതെ ഒരു പ്രവർത്തന മാതൃകയിലേക്ക് മാറ്റാനാണ് കമ്പനിയുടെ ശ്രമം. 2027 മാത്രം 1,60,000-ത്തിലധികം നിയമനങ്ങൾ ഒഴിവാക്കാൻ ഓട്ടോമേഷൻ ടീമിന് കഴിയുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. പുതിയ ഡിസൈനിലുള്ള വെയർഹൌസുകളിലൂടെയാണ് ആമസോൺ തങ്ങളുടെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നത്. കഴിഞ്ഞ വർഷം ലൂസിയാനയിലെ ഷെഫ് പോർട്ടിൽ കമ്പനി ആരംഭിച്ചിട്ടുള്ള കേന്ദ്രം ഇതിന്റെ ഒരു മാതൃകയാണ്. ഈ അത്യാധുനിക കേന്ദ്രത്തിൽ ഒരു ഉൽപ്പന്നം പാക്കിങ്ങിനായി എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ ഇടപെടൽ വളരെ കുറവാണ് ഇതിനു വേണ്ടി വരുന്നത്. ഷെഫ് പോർട്ട് മോഡൽ അനുസരിച്ച് 1000-ഓളം റോബോട്ടുകൾ പ്രവർത്തിക്കുന്ന ഈ കേന്ദ്രം ഓട്ടോമേറ്റ് ചെയ്യാത്ത കേന്ദ്രങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ തൊഴിലാളികളുടെ എണ്ണം 25% കുറഞ്ഞതായി റിപ്പോർട്ടുണ്ട്. കൂടാതെ അടുത്ത വർഷങ്ങളിൽ കൂടുതൽ റോബോട്ടുകൾ വിന്യസിക്കുന്നതോടെ ഓട്ടോമേഷൻ ഇല്ലാതെ ആവശ്യമായിട്ടുള്ള തൊഴിലാളികളുടെ എണ്ണത്തിൽ ഏകദേശം പകുതി മാത്രം മതിയാകും എന്നാണ് ആമസോൺ പ്രതീക്ഷിക്കുന്നത്. 2027 അവസാനത്തോടെ ഏകദേശം 40 കേന്ദ്രങ്ങളിലേക്ക് ഈ ഷെഫ് പോർട്ട് ഡിസൈൻ വ്യാപിപ്പിക്കാൻ ആമസോൺ പദ്ധതിയിടുന്നുമുണ്ട്. ഇതിന്റെ ഭാഗമായി വിർജീനിയ ബീച്ചിൽ പുതിയ വെയർഹൌസ് തുറക്കുകയും അറാൻഡയ്ക്ക് സമീപമുള്ള സ്റ്റോൺ മൗണ്ടനിലെ പഴയ കേന്ദ്രം നവീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ 4000 തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്റ്റോൺ മൗണ്ടൻ കേന്ദ്രത്തിൽ റോബോട്ടിക് സംവിധാനം സ്ഥാപിക്കുമ്പോൾ കൈകാര്യം ചെയ്യുന്ന ജനങ്ങളുടെ എണ്ണം 10% കൂടുകയും എന്നാൽ തൊഴിലാളികളുടെ എണ്ണം 1200 വരെ കുറയുകയും ചെയ്യുമെന്നാണ് ഒരു ആഭ്യന്തര വിശകലനം സൂചിപ്പിക്കുന്നത്. സ്റ്റാഫ് എണ്ണത്തിൽ വ്യത്യാസം വരാമെന്ന് കമ്പനി പറയുന്നുണ്ട് എങ്കിൽ പോലും ഈ മാറ്റം വലിയൊരു മാറ്റം തന്നെയാണ്. ആമസോണിന്റെ റോബോട്ടിക് ടീം അത്യാധികമായി തങ്ങളുടെ പ്രവർത്തനങ്ങളുടെ 75% ഓട്ടോമേറ്റ് ചെയ്യാൻ ലക്ഷ്യമിടുന്നുണ്ട്. ഇതിനായി 3000-ലധികം കോർപ്പറേറ്റ് എഞ്ചിനീയറിംഗ് ജീവനക്കാർ അടങ്ങുന്ന ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നുമുണ്ട്. ഞെട്ടിക്കുന്ന ഈ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ആമസോൺ പ്രതികരിച്ചിട്ടുമുണ്ട്. കമ്പനിയുടെ മുഴുവൻ നിയമതന്ത്രത്തെയും ഈ രേഖകൾ ചിത്രീകരിക്കുന്നില്ല എന്നും ഇത് ഒറ്റപ്പെട്ട ഒരു വിഭാഗത്തിന്റെ കാഴ്ചപ്പാട് മാത്രമാണ് എന്നും ആമസോൺ വക്താവ് കെല്ലി നാറ്റൽ വിശദീകരിച്ചിട്ടുണ്ട്. അടുത്തിടെ ഗ്രാമീണ മേഖലകളിൽ കൂടുതൽ വിതരണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചതുപോലെ ഓട്ടോമേഷൻ വഴിയുള്ള ലാഭം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു രീതി ആമസോണിനുണ്ട് എന്ന് ആഗോള ഓപ്പറേഷൻ മേധാവി ഉദിത് മദൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ബിസിനസിന്റെ ഒരു ഭാഗത്തെ കാര്യക്ഷമത മൊത്തത്തിലുള്ള സ്വാധീനത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ചിത്രം നൽകുന്നില്ല എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. വരാനിരിക്കുന്ന അവധിക്കാലത്തിനായി 2,50,000 ജീവനക്കാരെ നിയമിക്കാൻ ആമസോൺ ഉദ്ദേശിക്കുന്നുണ്ട് എന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്കിലും ഇതിൽ എത്ര എണ്ണം സ്ഥിരം തസ്തികകളാണ് എന്ന് കമ്പനി വ്യക്തമാക്കിയിട്ടില്ല. ആമസോണിന്റെ ഈ നീക്കം കമ്പനിക്ക് സാമ്പത്തികപരമായി നേട്ടങ്ങൾ നൽകുന്നു എന്നതിൽ സംശയമില്ല. വേഗത, കൃത്യത, 24 മണിക്കൂറും തടസ്സമില്ലാത്ത പ്രവർത്തനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ റോബോട്ടുകൾ മനുഷ്യരെക്കാൾ മുന്നിലാണ്. എന്നാൽ ഇത് ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ ഭാവിയെക്കുറിച്ചുള്ള ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ലോജിസ്റ്റിക്, വെയർഹൌസ് മേഖലകളിലെ താഴ്ന്ന തട്ടിലുള്ള ജോലികളാണ് ഓട്ടോമേഷന്റെ ഭീഷണി നേരിടുന്നത്. ഇത് തൊഴിലില്ലായ്മ വർദ്ധിപ്പിക്കുകയും നിലവിലുള്ള തൊഴിലാളികളെ റോബോട്ടിക് മെയിൻ്റെനൻസ്, ഓട്ടോമേഷൻ സിസ്റ്റം മാനേജ്മെന്റ് പോലുള്ള കൂടുതൽ ഉയർന്ന വൈദഗ്ധ്യമുള്ള ജോലികളിലേക്ക് മാറാൻ നിർബന്ധിതരാകുകയും ചെയ്യും. സാമ്പത്തിക അസമത്വമാണ് മറ്റൊരു പ്രധാന പ്രശ്നം. ഓട്ടോമേഷൻ വഴി കമ്പനി ലാഭിക്കുമ്പോൾ ആ ലാഭത്തിന്റെ വിഹിതം കുറയ്ക്കുന്ന തൊഴിലാളികൾക്ക് എങ്ങനെ പ്രയോജനപ്പെടും എന്നത് ഒരു പ്രധാന ചോദ്യമാണ്. കൂടാതെ വെയർഹൌസുകളിലെ മനുഷ്യന്റെ പങ്ക് കുറയുന്നതോടെ തൊഴിലാളികളുടെ അവകാശങ്ങളെയും ക്ഷേമത്തെയും സംബന്ധിച്ചിട്ടുള്ള നിലവിലെ സംവാദങ്ങളുടെ ഗതി മാറ്റാനും സാധ്യതയുണ്ട്. 5.5 ലക്ഷം ജോലികൾ വെട്ടിക്കുറയ്ക്കുക എന്നതിനെക്കുറിച്ച് ആമസോൺ പറയുന്നത് തൊഴിൽ ഉണ്ടാകില്ല എന്നല്ല, മറിച്ച് ആവശ്യമായ നിയമനങ്ങളുടെ വളർച്ചാ നിരക്ക് കുറയ്ക്കും എന്നാണ്. അതായത് വിൽപ്പന ഇരട്ടിയായാലും തൊഴിലാളികളുടെ എണ്ണം കൂടില്ല എന്നർത്ഥം. ജപ്പാന്റെ ജനസംഖ്യാക്കുറവ് പോലുള്ള വെല്ലുവിളികൾ നേരിടുന്ന രാജ്യങ്ങളിൽ ഓട്ടോമേഷൻ ഒരു അനിവാര്യതയായി കണ്ടേക്കാം. എന്നാൽ അമേരിക്കൻ തൊഴിൽ വിപണിയിൽ പ്രത്യേകിച്ച് തൊഴിലാളികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആമസോണിന്റെ ഈ നീക്കം വരും ദശകത്തിൽ ടെക്നോളജി എങ്ങനെ തൊഴിൽ മേഖലയെ പുനർനിർവചിക്കും എന്നതിന്റെ സൂചനയാണ്. ആമസോണിന്റെ ഈ റോബോട്ടിക് കുതിപ്പ് ലോകമെമ്പാടുമുള്ള വെയർഹൌസുകൾ, ഫാക്ടറി, ഡെലിവറി ശൃംഖലകൾ എന്നിവയെ മറികടക്കാൻ പോകുന്ന ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കം മാത്രമാണ്. മനുഷ്യന്റെ ബുദ്ധിയും യന്ത്രത്തിന്റെ ശക്തിയും എങ്ങനെ ഒത്തുചേർന്ന് പ്രവർത്തിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇനി ലോകത്തിന്റെ ഭാവി. ഈ ഓട്ടോമേഷൻ യുഗത്തിൽ നമ്മുടെ ജോലിയുടെ സ്വഭാവം മാറുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് മാറാൻ തയ്യാറാണോ? ഈ ചോദ്യം ഓരോ തൊഴിലാളിയുടെയും മനസ്സിൽ ഉണ്ടാകണം.
മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് LDFിൽ തർക്കം തുടരുകയാണ്. പദ്ധതിക്ക് CPM പച്ചക്കൊടി കാണിക്കുമ്പോൾ കടുത്ത എതിർപ്പിലാണ് CPI എന്ന് നമുക്കറിയാം. എന്താണ് ഈ PM ശ്രീ പദ്ധതി എന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം. കേരളത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേൾക്കുന്നതാണ് PM ശ്രീ എന്ന വാക്ക്. സംസ്ഥാനത്തെ ഭരണമുന്നണിയിൽ ഈ പേരിനെ ചൊല്ലി ഉണ്ടാകുന്ന തർക്കങ്ങൾ ചെറുതല്ല. എന്താണ് PM ശ്രീ? പ്രൈം മിനിസ്റ്റേഴ്സ് സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ, പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ നമുക്ക് ആ റിപ്പോർട്ടിലേക്ക് വരും നിമിഷങ്ങളിൽ മടങ്ങിയെത്താം. ഇപ്പോൾ മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. മഡോക് ഹൊറർ കോമഡി ചിത്രം തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുകയാണ്. പ്രേക്ഷകരിൽ നിന്ന് സമ്മിശ്ര പ്രതികരണം ലഭിച്ചിട്ട് പോലും തിയേറ്ററിൽ നിന്ന് ആദ്യ ദിനം ചിത്രത്തിന് 26 കോടി രൂപ കളക്ഷൻ ലഭിച്ചു. എന്നാൽ ചിത്രത്തിലെ രശ്മിക മന്ദാനയുടെ കഥാപാത്ര സൃഷ്ടി വ്യാപക വിമർശനത്തിന് വിധേയമാവുകയാണ്. അനാവശ്യ ഗ്ലാമർ പ്രദർശനവും മോശം കഥാപാത്ര സൃഷ്ടിയും പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുകയാണ്. ഇതോടെ രശ്മികയുടെ മുൻ ചിത്രങ്ങളിലെ വേഷങ്ങളും ചോദ്യമുനയിലാവുകയാണ്. മഡോക് ഹൊറർ കോമഡി ചിത്രം താമ തിയേറ്ററുകളിലേക്ക് എത്തി. ഒറ്റവാക്കി പറഞ്ഞ ഈ യൂണിവേഴ്സ് ബിൽഡിങ്ങിന്റെ ഭാഗമായി പുറത്തിറങ്ങിയതിൽ വെച്ച് ഏറ്റവും മോശം ചിത്രമാണ് ധാമ. ഒരു സാധാരണ റോം കോം ഹിന്ദി ചിത്രത്തിൽ ഹൊറർ കോമഡി എലമെന്റുകൾ കുത്തിക്കയറ്റിയെന്നല്ലാതെ മറ്റൊന്നും തന്നെ ഓഫർ ചെയ്യാനില്ലാത്ത സിനിമയാണ് ഈ ധാമ. കഥയുടെ അവതരണത്തിലും കഥാപാത്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിലും അവർ പൂർണ്ണമായും പരാജയപ്പെട്ടിട്ടുണ്ട്. എന്നാലും കോമഡിയും ആയുഷ്മാൻ ഖുറാനയുടെ സ്ക്രീൻ പ്രസൻസും ഒക്കെ കാരണം സിനിമ തീരെ മോശവും ആകുന്നില്ല. ചിത്രത്തിലെ ഏറ്റവും മോശം കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് രശ്മിക മന്ദാനയുടെ കഥാപാത്രമാണെന്ന് ഒരു സംശയവുമില്ലാതെ പറയാം. താമയുടെ ട്രെയിലർ കാണുമ്പോഴേ അറിയാം രശ്മികയുടെ കഥാപാത്രം ഒരു വാമ്പയർ ആണെന്നത്. എന്നാൽ സിനിമയിൽ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആ കഥാപാത്രത്തെ കുറച്ച് ദുരൂഹമായി അവതരിപ്പിക്കേണ്ടതുണ്ട്. ലോകയിൽ നമ്മളിത് കണ്ടിട്ടുള്ളതാണ്. പുറമെ എന്തൊക്കെയോ മറച്ചു വെക്കുന്ന ഒരാളാണ് ചന്ദ്ര എന്ന് മനസ്സിലാക്കാൻ കല്യാണി പ്രിയദർശന്റെ അഭിനയം തന്നെ ധാരാളമായിരുന്നു. എന്നാൽ രശ്മികയുടെ കഥാപാത്രത്തിന് ദുരൂഹത തോന്നിക്കാൻ ചെയ്തതോ ഏതാണ്ട് ഐറ്റം ഡാൻസിൻ്റെ ഇടുന്ന കോസ്റ്റ്യൂമിന് സമാനമായ വസ്ത്രം ധരിപ്പിച്ച് അവരെ ഫ്രെയിമിൽ നിർത്തുന്നതായിരുന്നു ഇതിൽ ആദ്യത്തെ പണി. സാധാരണ പെൺകുട്ടികൾ ധരിക്കാത്ത വസ്ത്രം ധരിച്ചാൽ തന്നെ കാണുന്നവർക്കൊരു പന്തികേട് തോന്നുമെന്നാകും സംവിധായകൻ വിചാരിച്ചത്. എന്തായാലും പന്തികേടൊക്കെ തോന്നിയിട്ടുണ്ട്. കഥാപാത്രങ്ങളെ പറ്റി വിചാരിച്ചല്ല, ഇതൊക്കെ ചിന്തിച്ചു കൂട്ടിയ നിങ്ങളുടെ തലച്ചോറിനെ പറ്റി ഓർത്താണ്. അർത്ഥനഗ്നയായി ശരീരം മുഴുവൻ കാണിച്ച് ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് കാണുന്നവർക്കൊരു ഐ ക്യാൻഡി ആകാൻ വേണ്ടി മാത്രമാണ്. അല്ലെങ്കിൽ ഒരു വാമ്പയർ കഥാപാത്രത്തെ സ്ക്രീനിൽ ഇത്തരത്തിൽ സെക്ഷുവലൈസ് ചെയ്ത് അവതരിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്തായിരുന്നു? മെയിൽ ഗേസിനെ തൃപ്തിപ്പെടുത്തുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. രശ്മികയുടെ ശരീര പ്രദർശനം ഒരു 2.5 മണിക്കൂർ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി കുറച്ച് പേരെ തിയേറ്ററിലേക്ക് എത്തിക്കണം. അതാകുമ്പോൾ മോശം അഭിപ്രായം ലഭിച്ചാൽ പോലും സിനിമയ്ക്ക് ഇതിൻ്റെ പേരിൽ കുറച്ചെങ്കിലും കളക്ഷൻ ലഭിക്കുമല്ലോ. വാമ്പയറായ രശ്മികയുടെ കഥാപാത്രവും ആയുഷ്മാൻ ഖുറാനയും തമ്മിലുള്ള പ്രണയമാണ് സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട തീം. എന്നാൽ ശരീര പ്രദർശനത്തിലൂടെ അവരെ സെക്ഷുവലൈസ് ചെയ്യുന്നതിലെ പകുതി എഫേർട്ട് മേക്കേഴ്സ് ഇരുവരും തമ്മിലുള്ള കെമിസ്ട്രി വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടില്ല എന്നത് വ്യക്തമാണ്. എന്നാലും ഒന്ന് പറയാം, സ്റ്റാർ വാല്യൂ ഉള്ള 2 അഭിനേതാക്കളെ തമ്മിൽ ഓൺ സ്ക്രീനിൽ ലിപ് ലോക്ക് ചെയ്യിച്ചതുകൊണ്ട് പ്രണയം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കില്ല. ലിപ് ലോക്ക് അല്ല, പ്രണയം. ഇനി രശ്മിക മന്ദാന സ്വയം ഒരു ഐ ക്യാൻഡിയായി നിർമ്മാതാക്കളുടെ മാർക്കറ്റിംഗ് മെറ്റീരിയൽ ആകാൻ നിന്നുകൊടുക്കുകയാണ് അവർ എല്ലാ ചിത്രങ്ങളിലും ചെയ്യുന്നത്. ഉദാഹരണം എടുക്കാം, പുഷ്പ 1, 2. ഇത്രയും മോശം രീതിയിൽ ഒരു സ്ത്രീ കഥാപാത്രത്തെ അവതരിപ്പിച്ച മറ്റൊരു ഇന്ത്യൻ ചിത്രവും ഉണ്ടാകില്ല. ആദ്യ ഭാഗത്തിൽ പണം കിട്ടാൻ വേണ്ടി നായകനെ നോക്കാനും ഉമ്മ വയ്ക്കാനും തയ്യാറായത് പോട്ടെന്ന് വയ്ക്കാം. വില്ലൻ ബ്ലാക്ക്മെയിൽ ചെയ്ത് തൻ്റെ കിടപ്പറയിലേക്ക് നായികയെ ക്ഷണിക്കുമ്പോൾ നേരെ നായകൻ്റെ വീട്ടിലേക്ക് എത്തുന്ന ശ്രീവല്ലി എന്ന രശ്മികയുടെ കഥാപാത്രം വില്ലനപ്പോൾ ക്ഷയിക്കുന്നതിന് മുൻപ് എനിക്ക് നിങ്ങളുടെ കൂടെ കിടക്ക പങ്കിടണമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഇത്ര തൊലിയുരിഞ്ഞു പോകുന്ന ഡയലോഗ് ഇന്നേ വരെ കേട്ടിട്ടുണ്ടാകില്ല. ഇനി പുഷ്പ 2-ലോ നായകനെ കണ്ട അപ്പോൾ തന്നെ ഫീലിങ്സ് വന്നെന്നും പറഞ്ഞ് അയാളുടെ തോളിൽ കിടന്ന് തൂങ്ങുന്നതാണ് നമ്മൾ കണ്ടതൊക്കെ. 2 സിനിമയിലെയും പാട്ടുകൾ, അത് സാമി സോങ് ആണെങ്കിലും ഫീലിംഗ് സോങ് ആണെങ്കിലും അങ്ങേയറ്റം സെക്ഷുവലൈസ് ചെയ്താണ് അവരെ സ്ക്രീനിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. പുഷ്പ പോട്ടെ, ആൽഫ മെയിൽ എന്ന് സ്വയം പൊങ്ങച്ചം പറയുന്ന നായകൻ്റെ ഒറ്റ ഡയലോഗ് കേട്ട് ഉടൻ ഉറപ്പിച്ചു വെച്ച കല്യാണം വേണ്ടെന്ന് വയ്ക്കുന്ന മന്ദബുദ്ധി കഥാപാത്രത്തെയാണ് അവർ ആനിമലിൽ അവതരിപ്പിച്ചിരിക്കുന്നത്.
നായകന്റെ ഒരു നിഴലായി നിൽക്കുക എന്നതല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ലാത്ത സിനിമയായിരുന്നു ആനിമൽ. സിക്കന്ദർ സിനിമയുടെ കാര്യം നോക്കാം. രശ്മിക മന്ദാന അതിൽ സൽമാൻ ഖാന്റെ നായികയായി എത്തുന്നത് റിലീസിന് മുൻപേ തന്നെ നിരവധി വിമർശനമുണ്ടാക്കിയ കാര്യമാണ്. എന്നാൽ സിനിമ പുറത്തിറങ്ങിയപ്പോൾ ഇരുവരും തമ്മിലുള്ള അധികം റൊമാൻറ്റിക് സീൻസ് ഒന്നും സിനിമയിലില്ലായിരുന്നു. ആദ്യത്തെ 30 മിനിറ്റിൽ തന്നെ മരിക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു നായിക. എന്നിട്ടും എന്തുകൊണ്ട് രശ്മിക മന്ദാനയെ പോലെ ഇത്ര സ്റ്റാർ വാല്യൂ ഉള്ള നായികയെ അതിൽ കാസ്റ്റ് ചെയ്തു? 1 സ്റ്റാർ കാസ്റ്റ് ഉണ്ടെന്ന് കാണിച്ച് സിനിമയുടെ ഹൈപ്പ് കയറ്റുക മാത്രമായിരുന്നു ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം. ഇവിടെയും രശ്മിക മന്ദാന വെറുമൊരു മാർക്കറ്റിംഗ് മെറ്റീരിയലായി മാറി. വാരിസ് എന്ന തമിഴ് സിനിമയിൽ പിന്നെ വിജയ്ക്കൊപ്പം 2 പാട്ടിൽ ഡാൻസ് ചെയ്യാനല്ലാതെ കഥയിൽ യാതൊരു സ്വാധീനവുമില്ലാത്ത കഥാപാത്രമായിരുന്നു രശ്മിക മന്ദാനയുടെ നായിക. ഒപ്പം വന്ന പലരും അഭിനയ പ്രാധാന്യമുള്ള സിനിമകളും വേഷങ്ങളും തിരഞ്ഞെടുക്കുമ്പോൾ രശ്മിക മാത്രം എല്ലാ സിനിമയിലും ഒരു മാർക്കറ്റിംഗ് മെറ്റീരിയലായി മാറുകയാണ്. കുറച്ചുപേരുടെ കണ്ണിന് സുഖം നൽകി തിയേറ്ററുകളിലേക്ക് ആളെ എത്തിക്കാനുള്ള വെറുമൊരു വസ്തു മാത്രം. പുതിയ താമ എന്ന സിനിമയിലും അവർ ഇങ്ങനെ തരം താഴുന്നതാണ് കാണാനായത്. എന്തായാലും ഇനിയെങ്കിലും കുറച്ചെങ്കിലും അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങൾ തിരഞ്ഞെടുത്ത് ഒരു അഭിനേത്രി എന്ന നിലയിൽ ഉയരാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കാം. ഒരു ഐ ക്യാൻഡി ആകാൻ മേനിയഴകുള്ള ആർക്കും പറ്റും. ഒരാൾ പോയാൽ മറ്റൊരാൾ ആ സ്ഥാനം ഏറ്റെടുക്കും. അതോടെ പഴയ ആളുകളെ എല്ലാവരും മറക്കും. എന്നാൽ ഒരു നല്ല നടിയെ കാലങ്ങൾ എത്ര കടന്നാലും ജനങ്ങൾ മറക്കില്ല. അവർ എല്ലാ കാലവും ഓർത്തിരിക്കുക തന്നെ ചെയ്യും. അജയ് സുധാ ബിജുവിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ഇനി രാവിലെയിൽ നമ്മൾ കടക്കുന്നത് സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്കാണ്. ആരൊക്കെയാണ് സ്പെഷ്യൽ ഡേ ആഘോഷിക്കാൻ നമുക്കൊപ്പം ചേരുന്നത് എന്ന് നോക്കാം. കോഴിക്കോട് വെള്ളിപ്പറമ്പ് സ്വദേശി ഷപ്നയുടെ ജന്മദിനമാണിന്ന്. അപ്പോൾ ഷപ്നയ്ക്ക് ന്യൂസ് 18ന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. വെരി ഹാപ്പി ബർത്ത്ഡേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന നെയ്യാറ്റിൻകര കിളിയൂർ സ്വദേശി മഞ്ജുവിന് ആശംസകൾ അറിയിക്കുകയാണ് 10ാം ക്ലാസ്സിൽ പഠിച്ച ഒരു കൂട്ടം കൂട്ടുകാർ. അപ്പോൾ അവർക്കൊപ്പം ന്യൂസ് 18ന്റെ എല്ലാവിധ ആശംസകളും മഞ്ജുവിനെ അറിയിക്കുകയാണ്. വെരി ഹാപ്പി ബർത്ത്ഡേ മഞ്ജു. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന RJ അന്നമ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന സാന്ദ്ര സാബുവിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുന്നത് ടീം ചേതനയും കായംകുളത്തെ മാധ്യമ സുഹൃത്തുക്കളുമാണ്. അപ്പോൾ സാന്ദ്ര സാബുവിന് ന്യൂസ് 18 കുടുംബത്തിന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. വെരി ഹാപ്പി ബർത്ത്ഡേ സാന്ദ്ര. അപ്പോൾ രാവിലെയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ വാർത്തകൾക്കൊപ്പം ന്യൂസ് 18നോടൊപ്പം തുടരുക. ഇനി ഇടവേളയ്ക്ക് ശേഷം കാണാം പോലീസ് പെട്രോൾ.